എതിരായിരിക്കുന്ന ബഹുമാന്യരായ കർത്തൃദാസന്മാരെല്ലാവർക്കും, പ്രിയമുള്ള സഹോദരി സഹോദരന്മാർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. സ്തോത്രം. മലയാളി ക്രിസ്ത്യൻ കോൺഗ്രിഗേഷന്റെ ഈ പ്രത്യേക യോഗത്തിൽ നിങ്ങളോട് കൂടെ ആയിരിക്കാൻ കർത്താവ് പാവപ്പെട്ട എനിക്ക് നൽകിയ ഭാഗ്യകരമായ അവസരത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുകയും കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഈ സർവശക്തനായ ദൈവത്തെ സേവിക്കാൻ ജീവിതത്തിൽ ഭാഗ്യം കിട്ടുന്ന പോലെ ഭാഗ്യം ഈ ആയുസ്സിൽ വേറൊന്നുമില്ല. സ്തോത്രം. എൻ്റെ ജീവിതത്തിൽ കർത്താവിനെ സ്നേഹിക്കാനും കർത്താവിൻ്റെ വചനം പ്രസംഗിക്കുന്ന ഒരു ഉപദേശിയായി കർത്താവ് അയക്കുന്ന സ്ഥലങ്ങളിലായിരിക്കുകയും ചെയ്യാൻ ഇടയായതാണ് എൻ്റെ ഈ ആയുസ് എനിക്ക് ചിന്തിക്കാൻ കഴിയുന്ന ഏറ്റവും ഉന്നതമായ പദവി. സ്തോത്രം. ദൈവം എനിക്കതിന് ഭാഗ്യം തന്നെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നെ ഒരു സുവിശേഷകൻ എന്ന നിലയിൽ മാത്രമേ ദയവായി നിങ്ങൾ കണക്കൂട്ടാകൂ. ദാസൻ പറഞ്ഞപ്പോൾ എനിക്ക് വിഷമം തോന്നി. നമ്മളങ്ങനെ ഒന്നും ഒരു ത്യാഗവും ചെയ്തല്ല കർത്താവിൻ്റെ വിലയ്ക്ക് ഇറങ്ങിയത്. ദൈവം തന്ന വലിയ പദവിയാണ്. സ്തോത്രം. ഒരു കാര്യം മറക്കല്ലേ, ഈ അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകത്തിൽ ഒരു ഭാഗം ഓർക്കുമ്പോൾ എനിക്ക് പേടിയാന്ന് പറഞ്ഞാൽ, ഹെരോദാവ് ഭദ്രാസനത്തിലിരുന്ന് വലിയൊരു പ്രസംഗം നടത്തി. വായിച്ചിട്ടുണ്ടല്ലോ. ആ പ്രസംഗം നടത്തുമ്പോൾ ജനമെല്ലാം ഏതാണ്ടൊക്കെ ആർത്തു. പക്ഷേ ശിക്ഷ ആർക്കാ കിട്ടിയത്? ഹെരോദാവിന് കിട്ടി. അതുകൊണ്ട് ഹെരോദാവ് ചെയ്ത് ഇത്രയേ ഉള്ളൂ, എന്തൊന്ന് തലകുലുക്കി കാണും, ഇത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഇങ്ങനെയുള്ള വാക്കുകൾ കേൾക്കുമ്പോൾ ഞാൻ ഭയപ്പെടുന്നു. സ്തോത്രം. ദൈവം നമ്മെ ഈ പട്ടണത്തിൽ ഇന്ന് വരെ നിർത്തിയതിൽ ഞാൻ ദൈവത്തെ പ്രത്യേകം സ്തുതിക്കുന്നു. സ്തോത്രം. ഈ പ്രാവശ്യം അബുദാബിയിൽ വരാനിടയായത് 2 വർഷം മുമ്പ് ഞാൻ ഇവിടെ വന്നിരുന്നു. ഈ പ്രാവശ്യം വരാനിടയായത് എമിറേറ്റ്സ് ക്രിസ്ത്യൻ പ്രൊഫഷണൽ ഫോറം ഫോർ ബൈബിൾ സ്റ്റഡി, ECPF എന്നവർ ചുരുക്കപ്പേരിൽ അറിയുന്നു. ആ കൂട്ടായ്മ രൂപപ്പെടുകയും ആ കൂട്ടായ്മയിൽപ്പെട്ട സഹോദരങ്ങൾ ദൈവവചന പഠനത്തിനായി താല്പര്യപ്പെടുകയും ക്ലാസ്സുകൾക്ക് വരാമോ എന്നോട് ചോദിക്കുകയും, അങ്ങനെയാണ് അവരുടെ ക്ഷണപ്രകാരമാണ് വരാനിടയായത്. ഒരു സഭ ക്ഷണിക്കുന്നത് പൊതു ശുശ്രൂഷകൻ എന്ന നിലയിൽ അത് ആവശ്യമാണെന്ന് ഞാൻ അവരെ അറിയിച്ചപ്പോൾ ബഹുമാനപ്പെട്ട MC ചാക്കോച്ചൻ പാസ്റ്റർ അവർ, IPCയുടെ ബഹുമാന്യനായ പാസ്റ്ററാണ് അദ്ദേഹം. UAE റീജിയന്റെ ഉത്തരവാദിത്വം ദൈവം അദ്ദേഹത്തെ ഏൽപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം ഔദ്യോഗികമായ ക്ഷണവും തന്നു. അങ്ങനെ UAE റീജിയന്റെ ഔദ്യോഗിക ക്ഷണപ്രകാരവും ECPFലെ സഹോദരങ്ങളുടെ ഉത്സാഹപ്രകാരവും അവരുടെ ഇനീഷ്യേറ്റീവ് അനുസരിച്ചുമാണ് ഈ പ്രാവശ്യം അബുദാബിയിൽ വരാൻ അവസരമുണ്ടായത്. ഇതിന്റെ പിന്നിൽ ഉത്സാഹിച്ച, അധ്വാനിച്ച പ്രിയപ്പെട്ടവരെ എല്ലാവരെയും ഓർത്ത് ഞാൻ കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. റോമലേഖനത്തിലെ ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഒത്തിരി പേർക്ക് വരാൻ അവിടെ സാവകാശവുമില്ല, കഴിയത്തില്ലെന്നുള്ളത് എനിക്കറിയാം. നിങ്ങൾ തിരക്കിട്ട ജീവിതത്തിലാണ്. എന്നാൽ അത് ഇന്ന് നമുക്ക് ഒത്തിരി ഇലക്ട്രോണിക് മാധ്യമങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതെല്ലാം റെക്കോർഡഡ് ആയിട്ട് ഇവിടെ അവൈലബിൾ ആകും എന്ന് ഞാൻ അറിയുന്നു. എനിക്കൊരാഗ്രഹമേ ഉള്ളൂ, ദൈവമക്കളാരും വിശ്വാസത്തിൽ തണുത്തു പോകരുത്. വിശ്വാസ പ്രമാണ സംബന്ധമായി നല്ല ഉറപ്പുണ്ടാകണം. ഉപദേശത്തിന്റെ നാനാ കാറ്റിനാൽ അലഞ്ഞുഴലുന്ന ശിശുക്കൾ ആയിരിക്കരുത്. നമ്മൾ വിശ്വസിക്കുന്ന വിശ്വാസ പ്രമാണത്തെക്കുറിച്ച് 100% ഉറപ്പുണ്ടായിരിക്കണം. ഗലാത്യ ലേഖനത്തിൽ പൗലോസ്ലീഹ പറയുന്ന ചില ഭാഗം വായിക്കുമ്പോൾ ഞാൻ അത്ഭുതപ്പെടാറുണ്ട്. പൗലോസ്ലീഹ പറയുന്നത് എന്താ? ഞങ്ങൾ നിങ്ങളോട് പ്രസംഗിച്ചതിന് വിരുദ്ധമായി ഞങ്ങളാകട്ടെ, സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ, നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടു. അപ്പോൾ പൗലോസിന്റെ കൺവിക്ഷൻ, ആ ബോധ്യമുണ്ടല്ലോ, അദ്ദേഹത്തിന് പോലും അപ്പോൾ പ്രാപിച്ചിരിക്കുന്ന വെളിപ്പാടിനേക്കാൾ കൂടിയൊരു വെളിപ്പാട് പ്രാപിക്കാൻ കഴിയുകയില്ല. സ്തോത്രം. അദ്ദേഹം പറയുന്നത്, പൗലോസ്ലീഹ പറയുന്നത്, ഞങ്ങൾ ഇപ്പോൾ പ്രസംഗിക്കുന്നതിൽ നിന്ന് വ്യത്യാസപ്പെടുത്തി ഞാൻ തന്നെ കുറെ നാൾ കഴിഞ്ഞ് തിരിച്ചു വന്ന് പറഞ്ഞാൽ അന്നാ എനിക്ക് തെറ്റിയത്, ഇന്നല്ല. എന്തൊരു ഉറപ്പാതല്ലേ.
അതാണ് കൺവിക്ഷൻ എന്ന് പറയുന്നത്. ഉറപ്പും ബോധ്യവും അതുണ്ടാകണമെന്നാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. സ്തോത്രം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. ആ ഉറപ്പും നിശ്ചയവും നമുക്കുണ്ടാകണമെങ്കിൽ പഠിക്കണം. പൗലോസ്ലീഹ തിമോഥെയോസിന് എഴുതുമ്പോൾ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിൽ നിലനിൽക്കാം. നിലനിൽക്കണമെങ്കിൽ നിശ്ചയം പ്രാപിക്കണം. നിശ്ചയം പ്രാപിക്കണമെങ്കിൽ പഠിക്കണം. പഠിച്ച് നിശ്ചയം പ്രാപിച്ച് നിലനിൽക്കണം. സ്തോത്രം. അതുകൊണ്ട് ദൈവവചന പഠനം ഒരു ദൈവവൈതലിന് വളരെ അത്യാവശ്യമാണ്. വളരെ അത്യാവശ്യമാണ്. സ്തോത്രം. ആത്മീക ജീവിതത്തിന് 2 വശങ്ങളുണ്ടെന്നാണ്. ഒന്ന് സൈദ്ധാന്തികത, 2 വൈകാരികത. സൈദ്ധാന്തികതയും വൈകാരികതയും എന്നൊക്കെ പറഞ്ഞാൽ എന്താ? സൈദ്ധാന്തികത എന്ന് പറയുമ്പോൾ സിദ്ധാന്തങ്ങൾ, പ്രമാണങ്ങൾ. വൈകാരികത എന്ന് പറയുമ്പോൾ അത് പ്രായോഗിക ജീവിതത്തിൽ വരുത്തുന്നത്. അപ്പോൾ സൈദ്ധാന്തികതയ്ക്കനുസരിച്ചായിരിക്കണം വൈകാരികത ഉണ്ടാകേണ്ടത്. പ്രമാണങ്ങൾക്കനുസരിച്ചായിരിക്കണം ആത്മീക അനുഭവങ്ങൾ ഉണ്ടാകേണ്ടത്. സ്തോത്രം. അപ്പോൾ സിദ്ധാന്തങ്ങൾ, ഉപദേശങ്ങൾ, പ്രമാണങ്ങൾ, തിരുവചനം അത് നമുക്ക് നല്ല ഉറപ്പായി ഉൾക്കൊള്ളുവാൻ കഴിയണം. അതിനനുസരിച്ച് പ്രായോഗിക ജീവിതത്തെ ക്രമീകരിച്ചെങ്കിൽ മാത്രമേ നിത്യജീവനിൽ ഓഹരിക്കാരാകാൻ കഴിയുകയുള്ളൂ. സ്തോത്രം. അതിന് ബൈബിൾ പഠനം അത്യാവശ്യമാണ്. സ്തോത്രം. ഈ ദിവസങ്ങളിലെ ക്ലാസ്സുകൾ ബൈബിൾ വിചിന്തനം നിങ്ങൾക്കതിനെ ഇടയാക്കട്ടെ. നിങ്ങളോട് ഒരുമിച്ച് ദൈവവചനം നമ്മൾ ഒന്നിച്ച് ചിന്തിക്കുമ്പോൾ അതെൻ്റെയും പ്രായോഗിക ജീവിതത്തിൽ, ആത്മീയ ജീവിതത്തിൽ അനുഗ്രഹത്തിന് മുഖാന്തരമാകട്ടെ എന്ന പ്രാർത്ഥനയോടെയാണ് ഞാൻ ഈ പ്രാവശ്യവും നിങ്ങളുടെ നടുവിൽ വന്നിട്ടുള്ളത്. സ്തോത്രം. അതുകൊണ്ട് പ്രാർത്ഥനയിൽ നിങ്ങൾ എന്നെയും ഓർക്കുകയും ശുശ്രൂഷയിൽ സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്നത് സ്തോത്രം ദൈവസന്നിധിയിൽ മാന്യമാണ്. അതിന് ഒരിക്കൽ കൂടി നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. സ്തോത്രം. യൂദായുടെ ലേഖനമാണ് പഠനത്തിനായി നമ്മൾ ഈ ദിവസങ്ങളിൽ തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഇവിടെ അതിൻ്റെ സ്കെഡ്യൂള് ബഹുമാനപ്പെട്ട സഹോദരൻ ഇവിടെ പറഞ്ഞല്ലോ, ജോൺ മാത്യു സാറ് പറഞ്ഞല്ലോ. 4 വെള്ളിയാഴ്ചകൾ മലയാളി ക്രിസ്ത്യൻ കോൺഗ്രിഗേഷന്റെ ഈ സമയം, ദിസ് ടൈം സ്ലോട്ട് ഈസ് സ്പെഷ്യലി അലോട്ടഡ് ഫോർ ദാറ്റ്. അതുകൊണ്ട് ഈ ടൈം സ്ലോട്ടിൽ നിങ്ങൾ കടന്നു വരികയും വചനം പഠിക്കാൻ താല്പര്യമുള്ള മറ്റുള്ളവരെ കൂട്ടിക്കുരുത്തുവാനായിട്ട് നിങ്ങൾ ഉത്സാഹിക്കുകയും ചെയ്യണം. സ്തോത്രം. ഓരോ ആഴ്ചത്തെ ഇടവിട്ടാണ് ഈ ക്ലാസ്സുകൾ നടക്കുന്നതെന്നുള്ളത് കൊണ്ട് ആദ്യം പഠിച്ച ഭാഗങ്ങൾ മറന്നു പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ കണ്ടിന്യൂസ് സ്റ്റഡിയാണെന്നുള്ളത് കൊണ്ട് നിങ്ങൾ ശ്രദ്ധയോടെ ഇരിക്കുകയും വേണ്ടി വന്നാൽ ചെറിയ കുറിപ്പുകൾ കൂട്ടത്തിലുണ്ടാക്കുകയും ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് പ്രയോജനകരമായിരിക്കും. യൂദായുടെ ലേഖനം വളരെ ചെറിയൊരു ലേഖനമാണ്. അധ്യായങ്ങളായി തിരിച്ചിട്ട് പോലുമില്ല. 25 വാക്യങ്ങൾ. ഒരു ദിവസം കൊണ്ട് മനഃപ്പാഠം പഠിക്കാനേ ഉള്ളൂ. ഒരു ദിവസം വേണ്ടല്ലോ, 1 മണിക്കൂർ കൊണ്ട് മനഃപ്പാഠം പഠിക്കാം. പക്ഷെ മനഃപ്പാഠം പഠിച്ചത് കൊണ്ടായില്ല, അതിനകത്തെ അർത്ഥം ഗ്രഹിക്കാൻ നമ്മൾ ഉത്സാഹിക്കണം. ഇത് വളരെ ബൃഹത്താണ്. നമുക്കറിയാം, വേദപുസ്തകത്തിൽ പുസ്തകങ്ങൾ ക്രോഡീകരിച്ചിരിക്കുന്നത് വിഷയത്തിന്റെ ക്രമത്തിലാണ്. എന്ന് പറഞ്ഞാൽ ആദ്യം എഴുതിയത് ആദ്യവും പിന്നെ എഴുതിയത് പിന്നതും എന്നുള്ള നിലയിൽ ക്രോണോളജിക്കൽ ഓർഡറിലല്ല, എഴുതിയ കാലക്രമം അനുസരിച്ചല്ല, പരാമർശിത വിഷയാനുക്രമമായിട്ടാണ്. എന്ന് പറഞ്ഞാൽ തീമാറ്റിക് ആണ്. തീം, അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന അല്ലെങ്കിൽ വിവരിച്ചിരിക്കുന്ന തീം, വിഷയം എന്താണ്, അതിന്റെ ക്രമത്തിലാണ് ചേർത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് പഴയ നിയമത്തിൽ ആദ്യം ഉണ്ടായ പുസ്തകം, വേദപുസ്തകത്തിൽ 66 പുസ്തകങ്ങൾ ആദ്യം ഉണ്ടായ പുസ്തകം യോബിന്റെ പുസ്തകമാണ്. അത് ആദ്യം വാമൊഴിയായിരുന്നു, പിന്നാണ് അത് വരമൊഴിയായത്. ഒരു ബല്ലാഡ് എന്ന പോലെ അതിങ്ങനെ പാടിക്കൊണ്ട് വായിൽ നിന്ന് വായിലേക്ക്, വായിൽ നിന്ന് കാതിലേക്ക് ഇങ്ങനെ നിലനിന്നിരുന്നതാ. യോബ് അബ്രഹാമിന്റെ സമകാലികനായിരുന്നു, അന്ന് നിലനിന്നിരുന്നതാണ്. എന്നാൽ ആദ്യം ചേർത്തിരിക്കുന്ന പുസ്തകം ഉൽപ്പത്തി പുസ്തകമാണ്. നൂറ്റാണ്ടുകൾക്ക് ശേഷം എഴുതിയ പുസ്തകമാണ്. എന്തുകൊണ്ടാണ്? ആദ്യം അറിയേണ്ടത് ഉൽപ്പത്തിയിലെ കാര്യമാണ്. അതുകൊണ്ട് അപ്പോൾ വിഷയത്തിന്റെ ക്രമത്തിനാണ് ചേർത്തിരിക്കുന്നത്. ഇനി പുതിയ നിയമത്തിൽ വന്നാൽ, പുതിയ നിയമത്തിൽ ആദ്യം എഴുതിയ പുസ്തകം യാക്കോബിന്റെ ലേഖനമാണെന്നാ പൊതുവെ തിയോളജിയൻസ് അംഗീകരിച്ചിരിക്കുന്നത്. പൗലോസ്ലീഹായുടെ ലേഖനങ്ങളിൽ ആദ്യം എഴുതിയത് തെസ്സലോനിക്കർക്ക് എഴുതിയ 1ാമത്തെ ലേഖനമാണെന്നാ. സുവിശേഷങ്ങളിൽ ആദ്യം എഴുതിയത് മർക്കോസിന്റെ സുവിശേഷമാണെന്നാ. അപ്പോൾ
കാലക്രമം അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ആകെ കൂടി അതിന്റെ ക്രമം തെറ്റിയ നിലയിലാണ് പുസ്തകത്തിൽ കൂട്ടിച്ചേർത്തിരിക്കുന്നത് ചിന്തിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ആദ്യം ചേർത്തിരിക്കുന്നത് മത്തായിയുടെ സുവിശേഷമാണ്. കാരണം യഹൂദന്മാരോട് സുവിശേഷം പറയുന്ന പുസ്തകമാണ് മത്തായിയുടെ സുവിശേഷം. ദൈവത്തിന്റെ വ്യവസ്ഥ പ്രകാരം സുവിശേഷം ആദ്യം യഹൂദന്, പിന്നെ യവനന്. അതുകൊണ്ട് ആദ്യം സുവിശേഷം പറയുന്ന യഹൂദൻ, സുവിശേഷം അവകാശപ്പെട്ട യഹൂദൻ, അവനോട് സുവിശേഷം പറയുന്ന മത്തായിയുടെ സുവിശേഷം ആദ്യം ചേർത്തു. പിന്നെ പ്രോസിലൈറ്റ്സ്, ഇതര മതവിഭാഗങ്ങളിൽ നിന്ന് യഹൂദ വിശ്വാസത്തിലേക്ക് വന്ന ആളുകൾക്ക് വേണ്ടിയുള്ള മർക്കോസിന്റെ സുവിശേഷം പിന്നെ ചേർത്തു. പിന്നെ ലൂക്കോസിന്റെ സുവിശേഷം, പിന്നെ യോഹന്നാന്റെ സുവിശേഷം. ആ ക്രമത്തിൽ ലേഖനങ്ങൾ വരുമ്പോൾ തെസ്സലോനിക്കർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനമാണ് പൗലോസ് ശ്ലീഹ എഴുതിയെന്ന് ഞാൻ പറഞ്ഞല്ലോ. പക്ഷേ അത് പിന്നെ ചേർത്തിരിക്കുന്നത് റോമാലേഖനം ആദ്യം ചേർത്തിരിക്കുന്ന കാര്യം ആദ്യം അറിയേണ്ടത് റോമാലേഖനത്തിലാണ് പരാമർശിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ വിഷയത്തിന്റെ ക്രമം അനുസരിച്ചാണ് പുസ്തകങ്ങൾ അടുക്കിയിരിക്കുന്നത് എന്ന് വരുമ്പോൾ നമുക്കറിയാം യൂദായുടെ ലേഖനം 65ാമത്തെ പുസ്തകമായിട്ടാണ് ചേർത്തിരിക്കുന്നത്. യെശയ്യാ പ്രവചനത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചു നോക്കുവീൻ, അതിലൊന്നിനും ഈണയില്ലാതിരിക്കയില്ല. യഹോവയുടെ വായല്ലോ കൽപ്പിച്ചത്, അവന്റെ ആത്മാവത്രേ അവയെ കൂട്ടിവരുത്തിയത്. യെശയ്യാവിന്റെ പുസ്തകം 34:16. അവന്റെ ആത്മാവാണ് അവയെ കൂട്ടിവരുത്തത്. ഈവൻ ദ കമ്പാരിസൺ ഓഫ് ദ 66 books in the form that we get it today, it is divine and as per the inspiration of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ നിയോഗപ്രകാരമാണ് ഈ കൂട്ടിച്ചേർക്കൽ പോലും നടന്നിരിക്കുന്നത്. അപ്പോൾ ഈ 65ാമത്തെ പുസ്തകം മനസ്സിലാകണമെങ്കിൽ അതിനു മുമ്പുള്ള 64 പുസ്തകങ്ങളെക്കുറിച്ചും ഒരു വിവരമുണ്ടാകണം. സ്തോത്രം. വ്യക്തമായില്ലേ? അപ്പോൾ 64 പുസ്തകങ്ങളെക്കുറിച്ചും ഒരു ചെറിയ ഉൾക്കാഴ്ച ഉള്ളവർക്കാണ് 65ാമത്തെ പുസ്തകമായ യൂദായുടെ ലേഖനം വളരെ അനായാസമായി ഉൾക്കൊള്ളുവാൻ കഴിയുന്നത്. അപ്പോൾ ഇപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഈ ലേഖനത്തിന്റെ ആ ഉള്ളടക്കം എത്ര ഗഹനമാണ്. നമ്മളാരും വലിയ വേദ പണ്ഡിതന്മാരൊന്നുമല്ല. എന്നേക്കാൾ വേദപുസ്തകം അറിയാവുന്നവര് കേൾവിക്കാരിലുണ്ടാകാം. ഞാനും ഒരു വേദ പഠിതാവാണ്. അപ്പോൾ ഈ 64 പുസ്തകങ്ങളിലെയും സന്ദേശം വ്യക്തമായി ഉൾക്കൊണ്ട ഒരാളിലാണ് ഈ 65ാമത്തെ പുസ്തകത്തിലേക്ക് മനസ്സിലാകുന്നതെന്നൊക്കെ പറയുമ്പോഴത്തേന് അയ്യോ അതിപ്പോ ഇനി എങ്ങനെ നോക്കുന്നത്? അപ്പൊ ഇതൊരു വക സാഹസത്തിന് നമ്മൾ പുറപ്പെടുന്ന മാതിരി ഉണ്ട് അല്ലേ? നോക്കണേ, 4ാം ക്ലാസ് കഴിഞ്ഞ ഒരു കുഞ്ഞിനെ 10ാം ക്ലാസ്സിലെ പുസ്തകം നേരിട്ട് പഠിപ്പിക്കാൻ പോകുന്നു എന്ന ഒരു അവസ്ഥ നമുക്കിപ്പോൾ സംജാതമായിരിക്കുന്നു. സാരമില്ല, പരിശുദ്ധാത്മാവല്ലേ നമ്മുടെ അധ്യാപകൻ. അതുകൊണ്ട് നമുക്ക് ധൈര്യമായി ആത്മവിശ്വാസത്തോടും നല്ല ഉറപ്പോടും കൂടി ഇതിലേക്ക് അങ്ങ് പ്രവേശിക്കാം. പ്രാർത്ഥനയോടും വിനയത്തോടും ശ്രദ്ധയോടും കൂടി നമുക്ക് ഈ പഠനത്തിലേക്ക് നമുക്ക് മുതിരാം. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഈ ചില പൊതുവായ വിവരങ്ങൾ ഈ ലേഖനത്തെ സംബന്ധിച്ചത് ആദ്യം ഒന്ന് പറഞ്ഞ ശേഷം ഞാൻ മുൻപോട്ട് പോകാം. ലേഖനങ്ങളെ പല ഗ്രൂപ്പുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇടയ ലേഖനം, കാരാഗ്രഹ ലേഖനം, നമുക്കറിയാമല്ലോ. അതിൽ പൂത്തുലേഖനങ്ങൾ എന്ന ഒരു കൂട്ടമുണ്ട്. ജനറൽ എപ്പിസോഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക സഭയ്ക്ക് വേണ്ടി മാത്രം അഡ്രസ് ചെയ്ത് എഴുതാതെ പൊതുവായി ഒരു വ്യക്തിക്കോ ഒരു സഭയ്ക്കോ വേണ്ടി മാത്രം അഡ്രസ് ചെയ്തിട്ടുള്ളതല്ലാത്ത പൊതുവായുള്ള ലേഖനങ്ങൾ. അവയിലൊന്നാണിത്. പത്രോസ് ആർക്കാ എഴുതിയത്? പത്രോസ് എഴുതിയത്. യോഹന്നാൻ എഴുതിയത്. അതുപോലെ ഈ യാക്കോബ് എഴുതിയത്. ആർക്കാന്ന്? എല്ലാവർക്കും വേണ്ടി എഴുതിയതാ, പൊതുവായി എഴുതിയത്. യൂദ എല്ലാവർക്കും വേണ്ടി എഴുതിയ പൊതുവായ ജനറൽ എപ്പിസോഡ്സിൽ ഒരെണ്ണമാണ് യൂദായുടെ ലേഖനം. 65ാമത്തെ പുസ്തകമാണ് നമ്മൾ കണ്ടു. ഇനി ഇതിന്റെ എഴുത്തുകാരനാരാ? യൂദായാണ്. ഇനി യൂദ അപ്പസ്തോലൻ വേറെയുണ്ട്. ഇദ്ദേഹം അപ്പസ്തോലനാണെന്ന് അവകാശപ്പെടുന്നില്ല. ഈ വേദപുസ്തകത്തിലെ പേരുകൾ ഒരു പേര് കേട്ട് അടുത്ത പേരും കൊണ്ട് നമ്മൾ കൺഫ്യൂസ്ഡ് ആകരുത്. ഒരു പുതിയ നിയമത്തിൽ വന്നാൽ മറിയ എന്ന പേര് 6 മറിയമാരുണ്ട് പുതിയ നിയമത്തിൽ. നമ്മൾ അതെല്ലാം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് പറ്റും? കൺഫ്യൂഷൻ ആയിപ്പോ. പുതിയ നിയമത്തിൽ 6 മറിയമാരുണ്ട്. ഇതുപോലെ കുറഞ്ഞ പക്ഷം ഒരു 3 യൂദാമാരെങ്കിലും ഉണ്ട്. യൂദ ഇസ്കരിയാത്താവ്, യൂദ അപ്പസ്തോലൻ, പിന്നെ യേശുവിന്റെ സഹോദരനായ യൂദ. കുറഞ്ഞത് ഈ 3 യൂദാമാരെയും തൽക്കാലം നമുക്ക് പ്രോമിനന്റ് ഫിഗേഴ്സ് ആയിട്ട് കാണാം. ഇതിൽ ഇസ്കരിയോത്ത യൂദ അല്ല എഴുതിയത്. ആരും അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ആരാണ്ട് പറഞ്ഞ് കേട്ടിട്ടുണ്ട്, ഏതായാലും അവൻ കേട്ടി ആ 4 ലേഖനം വിജയിച്ചാണെന്ന്.
എൻ്റെ പൊന്നു സഹോദരങ്ങളെ, നമ്മൾ അങ്ങനെ ഒന്നും ചിന്തിക്കല്ല. നമ്മൾ ഈ 6 മറിയമാര് മറിഞ്ഞു പോകുന്ന പോലെ ആയും പലപ്പോഴും നമ്മൾ അങ്ങനെ ഒന്നും ചിന്തിക്കില്ല. വളരെ ചിട്ടയായും ക്രമമായും വേണം ഈ കാര്യങ്ങളൊക്കെ പഠിക്കാനായിട്ട്. അപ്പോൾ ഇസ്കരിയോത്ത് യൂദയെ തള്ളി. 2, അപ്പോസ്തലനെന്ന് അവകാശപ്പെടുന്നില്ല. മറ്റൊരു കാര്യമുണ്ട്, യാക്കോബിന്റെ സഹോദരനാണെന്ന് അവകാശപ്പെടുന്നുണ്ട്. അപ്പോൾ യാക്കോബ്, യോസെ, യൂദ, പിന്നെ സഹോദരിമാർ, ഇത്രയും പേരൊക്കെ യേശുവിന്റെ സഹോദരങ്ങളായിട്ട് മറിയയുടെ മക്കളായിട്ടുണ്ടായിരുന്നു എന്നുള്ള തിരുവെഴുത്തിലുണ്ടല്ലോ. അതുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ ഹാഫ് ബ്രദർ എന്നൊക്കെ പറയുമ്പോൾ അതിന് ഹാഫ് ബ്രദർ, അപ്പന്റെ മകനല്ല, അമ്മയിൽ നിന്ന് ജനിച്ചവൻ, അങ്ങനെ പറഞ്ഞാൽ മതി. അമ്മയുടെ മകനെന്ന് പോലും ഞാൻ പറഞ്ഞില്ല. വേദവസം പറയുമ്പോൾ വളരെ സൂക്ഷിച്ചു വേണം പറയാൻ. അമ്മയിൽ നിന്ന് ജനിച്ചവൻ, ശരിയല്ലേ? നോക്കണേ, അങ്ങനെ അവരുടെ അമ്മയിൽ നിന്ന് ജനിച്ചവനായ ഹാഫ് ബ്രദർ എന്ന് പറയപ്പെടാവുന്ന യേശു ക്രിസ്തുവിന്റെ സഹോദരനാണ് യൂദ, ഈ ലേഖനകർത്താവ്. യാക്കോബിന്റെ സഹോദരനെന്ന് അദ്ദേഹം തന്നെ കുറിച്ച് ചിത്രീകരിക്കുന്നുണ്ട്. മത്തായി സുവിശേഷം 13-ാം അധ്യായം 55-ാം വാക്യം, മർക്കോസ് സുവിശേഷം 6-ാം അധ്യായം 3-ാം വാക്യം തുടങ്ങിയ വേദഭാഗങ്ങൾ വായിച്ചാൽ മറിയയ്ക്ക് യോസഫിൽ വേറെ മക്കളുണ്ടായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമാകുന്നുണ്ട്. ഞാൻ പേരെടുത്ത് പറയുമ്പോൾ ബുദ്ധിമുട്ട് തോന്നരുത്. ചില ക്രൈസ്തവ സമൂഹങ്ങൾ മറിയ നിത്യകന്യകയായിരുന്നെന്നും അങ്ങനെയൊക്കെ പഠിപ്പിക്കുന്നവരുണ്ട്. കന്യാത്വത്തിന് എന്തോ പ്രത്യേക വിശുദ്ധി ഉണ്ട് എന്നുള്ള നിഗമനത്തിലാണ് അതുണ്ടാകുന്നത്. വിശുദ്ധി എന്ന് പറയുമ്പോൾ അത് മീൻസ് സെറിമോണിയൽ അല്ല, ഒരുവന് വേണ്ടി മാത്രം വേർതിരിച്ചിരിക്കുന്ന അവസ്ഥയാണ് വിശുദ്ധി എന്ന് പറയുന്നത്. എക്സ്ക്ലൂസീവ്ലി സെറ്റ് അപ്പാർട്ട് ഫോർ എ സിംഗിൾ പേഴ്സൺ ഓർ എ സിംഗിൾ കോസ്. അപ്പോൾ വിശുദ്ധയായ അമ്മ എന്ന് പറഞ്ഞാൽ ചിലര് നെറ്റി ചുളിക്കും. അവൾ അമ്മയാണെങ്കിൽ അവൾ പുരുഷന്റെ കൂടെ സഹവസിച്ചവളാണ്, അവൾക്ക് എങ്ങനെ വിശുദ്ധയാകാൻ കഴിയുമെന്ന് ചോദിക്കും. പക്ഷേ വിശുദ്ധയായ അമ്മ എന്ന് ആ വാക്കിന്റെ മുഴുവൻ അർത്ഥത്തോടും കൂടി നമുക്ക് പറയാൻ കഴിയും. കാര്യം ഒരു പുരുഷനായി മാത്രം മനസ്സാ വാച കർമ്മണ വേർതിരിക്കപ്പെട്ടിരിക്കുന്ന ഒരു സ്ത്രീ. ആ നിലയിൽ വിശുദ്ധയായ ആ സ്ത്രീരത്നം കന്യകയായിരുന്ന മറിയ, കന്യകയായ എന്നല്ല, കന്യക ആയിരുന്ന മറിയ. മറിയയ്ക്ക് യോസഫിൽ വേറെ മക്കൾ ഉണ്ടായിരുന്നു എന്ന് തിരുവെഴുത്തിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട്. ആ മക്കളിൽ ഒരാളാണ് ഈ ലേഖനകർത്താവായ യൂദ. ഇനി മറ്റ് സഹോദരന്മാരെ പോലെ ഈ യൂദായും കർത്താവിനെ അവിടുത്തെ ഉയിർത്തെഴുന്നേൽപ്പ് വരെ വിശ്വസിച്ചില്ല, അംഗീകരിച്ചില്ല. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 3 മുതൽ വായിക്കുമ്പോൾ 8 വരെ വായിക്കുമ്പോൾ നമുക്കത് കാണാൻ കഴിയും. യേശുവിന്റെ മറ്റ് സഹോദരങ്ങളാരും യേശുവിനെ അവിടുത്തെ ശുശ്രൂഷ കാലയളവിൽ മസിഹ എന്ന് അംഗീകരിച്ചില്ല. അതുപോലെ യൂദായും യേശുവിനെ അംഗീകരിച്ചിരുന്നില്ല. എന്നാൽ യേശുക്രിസ്തുവിന്റെ ഉയിർത്തെഴുന്നേൽപ്പിന് ശേഷം സ്വർഗാരോഹണത്തിന് മുമ്പുള്ള ആ ഇടവേളയിൽ 40 നാളോളം സ്വശിഷ്യന്മാർക്ക് പല സന്ദർഭങ്ങളിലായി പ്രത്യക്ഷപ്പെട്ട കൂട്ടത്തിൽ യാക്കോബിന് കർത്താവ് പ്രത്യക്ഷപ്പെട്ടു. 1 കൊരിന്തി 15-ാം അധ്യായം 7-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. യാക്കോബിന് പ്രത്യക്ഷപ്പെട്ടു എന്ന് അവിടെ പറയുന്നുണ്ട്. അങ്ങനെ യാക്കോബിന് പ്രത്യക്ഷപ്പെട്ട കൂട്ടത്തിൽ സ്തോത്രം യൂദായും കർത്താവിൽ വിശ്വസിക്കുവാൻ, മസിഹായി അംഗീകരിക്കുവാൻ ഇടയായി തീർന്നു. അങ്ങനെയാണ് യൂദ കർത്താവിന്റെ ഒരു ശിഷ്യനായി തീർന്നത്. അതുകൊണ്ട് തന്നെ യൂദ യേശുവിന്റെ അപ്പസ്തോലൻ എന്ന് തന്നെ കുറിച്ച് വിശേഷിപ്പിച്ചിട്ടില്ല. എങ്കിലും അദ്ദേഹത്തിന് അപ്പസ്തോലിക ശുശ്രൂഷ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ന്യായമായി ചിന്തിക്കാം. ഞാൻ അതിന്റെ കൂടുതൽ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. പെന്തക്കോസ്ത് ദിവസം മാളിക മുറിയിൽ കാത്തിരിക്കുന്ന 120 പേരുടെ കൂട്ടത്തിൽ ഈ യൂദായുമുണ്ട്. പ്രവർത്തികൾ പുസ്തകം 1-ാം അധ്യായം 14-ാം വാക്യത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. യേശുവിന്റെ അമ്മയായ മറിയയും അവന്റെ സഹോദരന്മാരും ഉൾപ്പെടെ. അപ്പോൾ പെന്തക്കോസ്ത് ദിവസത്തിന് മുമ്പ് യേശുവിന്റെ ഉയിർത്തെഴുന്നേൽപ്പിന് ശേഷമുള്ള 40 ദിവസത്തെ ഇടവേളയിൽ യേശുക്രിസ്തു യാക്കോബിന് പ്രത്യേകമായി പ്രത്യക്ഷനായ ആ സംഭവത്തെ തുടർന്ന് അവർ മസിഹായിൽ വിശ്വസിക്കുകയും സ്തോത്രം കർത്താവിനെ അംഗീകരിക്കുകയും അങ്ങനെ അവർ കാത്തിരിക്കുന്ന 120 പേരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുകയും ചെയ്തിരുന്നു. അന്ന് ആത്മസ്നാനം പ്രാപിച്ച കൂട്ടത്തിൽ കന്യകയായിരുന്ന മറിയയും സഹോദരങ്ങളും തീർച്ചയായും ഉണ്ടായിരുന്നിരിക്കും. സ്തോത്രം. അങ്ങനെയാണ് യൂദ കർത്താവിന്റെ ശിഷ്യത്വത്തിലേക്ക് വേർതിരിക്കപ്പെട്ടത്. ഇദ്ദേഹം വിവാഹിതനും ഭാര്യയോടുകൂടെ സഞ്ചരിച്ച് ശുശ്രൂഷിച്ചിരുന്നവനുമായിരുന്നു.
1 കൊരിന്തി 9-ാം അധ്യായം 5-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. കേഫാവും കർത്താവിന്റെ സഹോദരന്മാരും ചെയ്യുന്നത് പോലെ ഭാര്യയായ ഒരു സഹോദരിയോടുകൂടി സഞ്ചരിപ്പാൻ ഞങ്ങൾക്ക് അനുവാദമില്ലയോ എന്ന് പൗലോസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ വിവാഹിതനും കുടുംബസ്ഥനും ഭാര്യയോടുകൂടെ ഒരുമിച്ച് സഞ്ചരിച്ച് സുവിശേഷ പ്രവർത്തനങ്ങൾ ചെയ്തിരുന്നയാളുമാണ്. സ്തോത്രം. അതുകൊണ്ട് വിവാഹിതനും ഭാര്യയോടുകൂടെ താമസിച്ച് സഞ്ചരിച്ച് സുവിശേഷ വേല ചെയ്യുന്നവനും ഒരു കാരണവശാലും സെലിബസി കാത്ത് അങ്ങനെ നിൽക്കുന്നവനേക്കാൾ കുറഞ്ഞ വിശുദ്ധിയുള്ള ആളല്ല എന്നുള്ളത് കൂട്ടത്തിൽ വലിയ പ്രധാനമല്ലെങ്കിലും പറഞ്ഞങ്ങ് പോവുകയാണ്. സ്തോത്രം. അതെ, അപ്പസ്തോലനാണെന്ന് യൂദ അവകാശപ്പെട്ടിട്ടില്ല. മാത്രമല്ല യേശുവിന്റെ സഹോദരനാണെന്നും യൂദ അവകാശപ്പെട്ടിട്ടില്ല. യാക്കോബും അവകാശപ്പെട്ടിട്ടില്ല. കാര്യം അവർക്കറിയാം യേശുവിന്റെ സഹോദരൻ എന്നൊക്കെ പറയുന്നതിനകത്ത് വലിയ കാര്യമൊന്നും ഇല്ല. എന്താ കാര്യമില്ലെന്ന് പറയാൻ കാരണം യേശു ദൈവപുത്രൻ. സ്തോത്രം. തങ്ങള് യോസഫിന്റെ മക്കൾ. സ്തോത്രം. അതുകൊണ്ട് അങ്ങനെയും അവകാശം. അത് യൂദായുടെ വിനയത്തെയാണ് കാണിക്കുന്നത്, യൂദായുടെ സൗമ്യതയാണ് കാണിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ രക്തബന്ധങ്ങളെ കുറിച്ചൊക്കെയുള്ള അവകാശം ഉന്നയിച്ച് സഭയിൽ പ്രാമാണ്യം അവകാശപ്പെടുന്നതിന് എതിരെയുള്ള ഒരു മുന്നറിയിപ്പായി ഇത് നിലനിൽക്കുന്നു എന്നും കൂടി കൂട്ടത്തിൽ ഓർപ്പിച്ച് മുൻപോട്ട് പോകുന്നു. സ്തോത്രം. ഇനി ഈ ലേഖനത്തെക്കുറിച്ച് സഭായുഗത്തിന്റെ ആരംഭം പ്രവർത്തികളുടെ പുസ്തകത്തിൽ അപ്പസ്തോലന്മാരുടെ പ്രവർത്തികളിൽ നമുക്ക് കാണാം. ദി ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽസ് പ്രസന്റ് ദി ഒറിജിനൽ പിക്ചർ ഓഫ് ദി ഏർലി ചർച്ച്. ആദ്യത്തെ സഭയുടെ ചിത്രം ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽസിൽ കാണാം. എന്നാൽ സഭായുഗത്തിന്റെ ഒടുവിൽ വരുന്ന സഭയുടെ ചിത്രം നമുക്ക് ഈ ലേഖനത്തിൽ കാണാം, യൂദായുടെ ലേഖനത്തിൽ കാണാം. അതുകൊണ്ട് തന്നെയാണ് ഡോക്ടർ എസ് മാക്സ്വെൽ കോർഡർ എന്ന് പറയുന്ന പ്രസിദ്ധനായ ഒരു വേദവ്യാഖ്യാതാവുണ്ട്. ഈ പ്രസിദ്ധനായ വേദവ്യാഖ്യാതാവ് ഈ പുസ്തകത്തിനിട്ടിരിക്കുന്ന പേര്, അല്ലെങ്കിൽ യൂദായുടെ ലേഖനത്തിന് കൊടുത്തിരിക്കുന്ന വേറൊരു പേര് ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റേറ്റ്സ് എന്നാണ്. ഞാൻ വിശദീകരിക്കാം. ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റേറ്റ്സ്, വിശ്വാസത്യാഗികളുടെ പ്രവർത്തികൾ എന്നാണ് അദ്ദേഹം അതിന് കൊടുത്തിരിക്കുന്ന പേര്, ഈ പുസ്തകത്തിന് കൊടുത്തിരിക്കുന്ന പേര്. അപ്പോൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ അത് ഒന്നുകൂടി അതിന്റെ ഭംഗി നിങ്ങൾക്ക് മനസ്സിലാകും. പറയാം. ഇൻ ദി ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽസ് we get a picture of the early church or the first century church, but in the Acts of the Apostates we get a picture of the church at the end time. യുഗാന്ത്യത്തിൽ വന്ന സഭയുടെ ചിത്രം ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റേറ്റ്സ് എന്ന് വിളിക്കപ്പെടാവുന്ന ഈ ലേഖനത്തിലുണ്ട്. ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽസിൽ സഭയുടെ ആദ്യകാല ചിത്രവും ഉണ്ട്. സ്തോത്രം. അങ്ങനെ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഓർമ്മയിലിരിക്കാൻ സഹായകരമായതുകൊണ്ട് ആ കാര്യം ഒന്ന് പറഞ്ഞ് മുമ്പോട്ട് പോകുന്നു. ഇനി ഈ ലേഖനത്തിൽ ദുരുപദേശത്തെയും വിശ്വാസത്യാഗത്തെയും എതിർത്തിരിക്കുകയാണ്. ഈ ലേഖനത്തിലെ വിഷയം എന്താണ്? ദുരുപദേശവും വിശ്വാസത്യാഗവും ഇതിൽ എതിർക്കപ്പെട്ടിരിക്കുന്നു. ഈ സത്യവേദ പുസ്തകത്തിൽ ഈ വിഷയത്തിനായി വേർതിരിക്കപ്പെട്ട, ഇതിനായി മാത്രം വേർതിരിക്കപ്പെട്ട വേറൊരു പുസ്തകമില്ല. വേറെ പല പുസ്തകങ്ങളിലൊക്കെ ദുരുപദേശത്തിനെതിരായുള്ള ചില മുന്നറിയിപ്പുകളൊക്കെ കാണാൻ കഴിയുമെങ്കിലും ദുരുപദേശത്തെയും വിശ്വാസത്യാഗത്തെയും നിശ്ചിതമായി വിമർശിച്ച് അതിനെതിരെ മുന്നറിയിപ്പ് തരുന്ന, ആ വിഷയത്തിനായി മാത്രം വേർതിരിക്കപ്പെട്ടിരിക്കുന്ന ഒരേ ഒരു പുസ്തകമാണ് യൂദായുടെ ലേഖനം. സ്തോത്രം. നമ്മൾ ഇതിനിടയ്ക്ക് ഒരു കാര്യം പറഞ്ഞോട്ടെ. നമ്മൾ പൊതുവെ ചിന്തിക്കുന്നത് കർത്താവിന്റെ മടങ്ങി വരവിന് തൊട്ട് മുമ്പ് വലിയൊരു ഉണർവുണ്ടാകുമെന്ന്. ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണെന്ന് ഒന്നുകൂടെ വ്യക്തമാക്കുക. എനിക്ക് തോന്നുന്നത് ഈ പറയുന്നതൊക്കെ തലയുടെ മോളിൽ കൂടി ഇച്ചിരി പോകുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. അതുകൊണ്ട് ഇച്ചിരി കൂടി താഴോട്ട് നിങ്ങളുടെ കൂട്ടത്തിൽ വന്നെന്ന് പറഞ്ഞോട്ടെ. നമ്മുടെയൊക്കെ ചിന്ത കർത്താവിന്റെ വരവിന് തൊട്ട് മുമ്പ് വലിയൊരു ഉണർവുണ്ട്, അങ്ങനെയല്ലേ നമ്മുടെ ചിന്ത? അല്ലെ, നമ്മൾ പാടുന്നതും അങ്ങനെയൊക്കെ അല്ലേ? വലിയ ഉണർവ് ഇപ്പൊ ഉണ്ടാകുമ്പോ ഉണർവ് അങ്ങ് ഭയങ്കരമാണെന്നൊക്കെ. എന്റെ പൊന്നു സഹോദരങ്ങളെ, വേദപുസ്തകം അങ്ങനെ പറയുന്നില്ല. ഞാൻ സാധാരണ ക്ലാസ്സൊക്കെ എടുക്കുമ്പോൾ പറയാറുണ്ട്, ഞാൻ പറയുന്ന ഏതൊരു വാക്കിനെ കുറിച്ചും വിശദീകരണം ചോദിക്കാം. ചിലപ്പം പറയാറുണ്ട്, എന്റെ ഒരു ആംഗ്യവിക്ഷേപം പോലും വിശദീകരണം ആവശ്യപ്പെടത്തക്കതുപോലെ തന്നെ ആയിരിക്കും നിങ്ങൾ ആവശ്യപ്പെടാം. എന്താ ഉദ്ദേശിച്ച്? അങ്ങനെ why did you gesture that way? You can even ask me that. അതിനും ഉത്തരവാദിത്വം എനിക്കുണ്ട്, അതും പറയാനായിട്ടുള്ള ഉത്തരവാദിത്വമുണ്ട്. ചുമ്മാ വീൺവാക്ക് പറയാനുള്ളതല്ല. രാജസന്നിധി, രാജാവിന്റെ തിരുസന്നിധി. അതുകൊണ്ട് ഞാൻ ഈ പറയുന്നതും നിങ്ങൾക്ക് വിശദീകരണം ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കണേ. കർത്താവിന്റെ മടങ്ങി വരുന്ന തൊട്ട് മുമ്പ് ഉണർവുണ്ടാകയില്ല. ഉണർവുണ്ടാകുമെന്നല്ല പുസ്തകം പഠിപ്പിക്കുന്നത്. പിന്നെ എന്തുണ്ടാകുമെന്നറിയാമോ? വിശ്വാസത്യാഗം. ലൂക്കോസ് 18:8 നമ്മളിങ്ങനെ വായിക്കുന്നു,
എന്നാൽ മനുഷ്യപുത്രൻ വരുമ്പോൾ അവൻ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? വിശ്വാസത്യാഗമാ. സ്തോത്രം. അധർമ്മം പെരുകുന്നതുകൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തു പോകും. പിന്നെയും 2 തിമോത്തി 3:1 മുതൽ വായിക്കുമ്പോൾ അന്ത്യകാലത്ത് ഉണർവുണ്ടാകുമെന്നല്ല, അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്നറിയാം. മനുഷ്യർ സുസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വമ്പുറയുന്നവരും ദൂഷകന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരും അജിതേന്ദ്രന്മാരും ഉഗ്രന്മാരും സൽഗുണദ്വേഷികളും ദ്രോഹികളും ധാർഷ്ട്യക്കാരും നിഗളികളുമായി ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തി ത്യജിക്കുന്നവരാണ്. വിശ്വാസത്യാഗമാണ് കർത്താവിന്റെ മരണം തൊട്ട് മുമ്പ് സംഭവിക്കുന്നത്. സ്തോത്രം. നമ്മൾ മറക്കരുത്. അതുകൊണ്ട് വലിയ ഉണർവുണ്ടാകും എന്ന് കാത്തിരിക്കരുത്. ആ പാട്ടൊന്നും പുസ്തകമായി ചേരുന്നതല്ല. ആരാണ്ട് താളം ഒപ്പിച്ച് എഴുതി വെച്ചു, ആഞ്ഞ് കൊട്ടിയാൽ ആവേശമുണ്ടാകുന്നു എന്നാ പാടിയേര്. വേദപുസ്തകത്തിന് അനുസൃതമായ പാട്ടുകളെ നമ്മൾ പാടാവേ പ്ലീസ്. എന്റെ കൂടെ ഉണ്ടല്ലോ എല്ലാവരും. അപകടം ഉണ്ടാക്കുന്നു. അതുകൊണ്ടാണ് ഞാനിത് തിരുത്തി പറയുന്നത്. കാരണം കുറച്ചു നാൾ മുമ്പ് ഞാനൊരു സഹോദരൻ, ഞാൻ ബൈബിളിൽ പഠിപ്പിച്ച സഹോദരനാണ്, അദ്ദേഹം ഇച്ചിരി ഗുരുത്തക്കേടൊക്കെ കാണിക്കുന്നുണ്ടെന്ന് ചില സഹോദരങ്ങളോട് പറഞ്ഞു. അതനുസരിച്ച് ഞാൻ ഈ സഹോദരനെ കണ്ട്, ബ്രദറെ എന്തായി കേൾക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് സ്നേഹത്തോടെ അദ്ദേഹത്തെ ഒന്ന് ഗുണദോഷിച്ചു. സ്നേഹത്തോടെ ഗുണദോഷിച്ചപ്പോൾ അദ്ദേഹം ആദ്യം കുറെ മുട്ടാത്തർക്കങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെയല്ലോ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു, കുഴപ്പം അങ്ങനൊന്നും ഇല്ല എന്നൊക്കെ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അതൊക്കെ തെളിവ് സഹിതമൊക്കെ പറഞ്ഞപ്പോൾ അംഗീകരിച്ച് കുറെ കഴിഞ്ഞപ്പോൾ അവസാനം അദ്ദേഹം എന്നെ പോലെ സാറേ ഒന്ന് നിർത്തി, ഏതായാലും ഇപ്പൊ ഇങ്ങനെയൊക്കെ ഒക്കുള്ളൂ, ഏതായാലും കർത്താവിന്റെ വരവിന് തൊട്ട് മുമ്പ് വലിയൊരു ഉണർവുണ്ടാകും, അന്ന് ഞാനങ്ങ് ശരിയായിക്കോളാം. കണ്ടോ. അപ്പൊ കർത്താവിന്റെ വരവിന് തൊട്ട് മുമ്പ് എന്തുണ്ടാകും? വലിയ ഉണർവുണ്ടാകുമെന്ന് പൊതുവായി ചിന്തിക്കുന്ന ചിന്ത വരുത്തി വെച്ചിരിക്കുന്ന അപകടം കണ്ടോ? ആരും അങ്ങനെ ചിന്തിക്കരുത്. കർത്താവിന്റെ വരന് തൊട്ടു മുമ്പ് വലിയ ഉണർവല്ല, വിശ്വാസ ത്യാഗമാണ് സംഭവിക്കാൻ പോകുന്നത്. അതാണ് യൂദായുടെ ലേഖനത്തിലെ ചിത്രം. കണ്ടോ? സ്തോത്രം. അതാ ഞാൻ പറഞ്ഞത്, 1-ാം നൂറ്റാണ്ടിൽ ദൈവസഭ ആത്മിക ചൈതന്യത്തോടെ നിന്ന അനുഗ്രഹീത ചിത്രം ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽസിൽ പറയുമ്പോൾ, ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റേറ്റ്സ്, വിശ്വാസത്യാഗികളുടെ പ്രവൃത്തികൾ എന്ന് നാമകരണം ചെയ്യപ്പെടാവുന്ന യൂദായുടെ ലേഖനത്തിൽ വിശ്വാസത്യാഗത്തിന്റെ ദുഃഖകരമായ ചിത്രമാണ് നമ്മൾ കാണുന്നത്. സ്തോത്രം. പൊതുവായി ഈ കാര്യം നമ്മുടെ മനസ്സിലിരിക്കട്ടെ. സ്തോത്രം. അപ്പോസ്തലന്മാർ ലേഖനങ്ങളിൽ ഇതിനെക്കുറിച്ച് മുന്നറിയിപ്പ് തന്നു. യേശുക്രിസ്തു വിശ്വാസത്യാഗത്തെക്കുറിച്ച് ആദ്യം മുന്നറിയിപ്പ് തന്നു. അപ്പോസ്തലന്മാർ ലേഖനങ്ങളിൽ ആവർത്തിച്ച് മുന്നറിയിപ്പ് തന്നുകൊണ്ടേയിരുന്നു. തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം 3-ാം വാക്യം, 1 തിമോത്തി 4:1, 2 തിമോത്തി 4:3, 2 പത്രോസ് 2:1, 3:3 തുടങ്ങിയ വേദഭാഗങ്ങളിൽ വിശ്വാസത്യാഗത്തിനെതിരെയുള്ള മുന്നറിയിപ്പുകൾ അപ്പോസ്തലന്മാർ ആവർത്തിച്ചിരിക്കുന്നത് കാണാൻ കഴിയും. അപ്പോൾ യേശുക്രിസ്തു പറഞ്ഞു തുടങ്ങിയതും അപ്പോസ്തലന്മാർ ആവർത്തിച്ച് മുന്നറിയിപ്പ് തന്നതുമായ ഈ വിശ്വാസത്യാഗത്തിന്റെ ദുഃഖകരമായ ചിത്രം അതിന്റെ ക്ലൈമാക്സിൽ എത്തുന്നത് യൂദായുടെ ലേഖനത്തിലാണ്. ലേഖനത്തിന്റെ ആ ഒടുവിലായി വന്നിരിക്കുന്ന ലേഖനത്തിൽ വിശ്വാസത്യാഗത്തിന്റെ ദുഃഖകരമായ ചിത്രം വരച്ചിരിക്കുന്നു. ദൈവത്തിനെതിരെയുള്ള മത്സരത്തിന്റെയും വിശ്വാസത്യാഗത്തിന്റെയും ചരിത്രം ആരംഭം മുതൽ എന്ന് പറഞ്ഞാൽ ദൂതന്മാര് തുടങ്ങി. ആദ്യത്തെ മത്സരി ആരാ? ദൂതന്മാർ തുടങ്ങി ആ ചരിത്രത്തിന്റെ ആരംഭം മുതൽ അബ്രഹാമിന്റെ കാലത്തിലൂടെ കടന്ന്, അറിയാമല്ലോ സോദോം ഗോമോറയുടെ കാലം, അബ്രഹാമിന്റെ കാലത്തൂടെ കടന്ന് ഇസ്രായേലിലെ ചരിത്രത്തിലൂടെ സഭായുഗത്തിന്റെ അന്ത്യം വരെ ഈ പുസ്തകത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. പഠിക്കുമ്പോൾ നമുക്കൊന്നുകൂടി വ്യക്തമാകും. സ്തോത്രം. അതിന്റെ ചിത്രീകരണത്തിൽ ഈ വിശ്വാസത്യാഗത്തിന്റെ ദുഃഖകരമായ ചിത്രം വരയ്ക്കുന്നതിൽ കടലും കരയും ഭൂമിയും ആകാശവും നക്ഷത്രങ്ങളും പാപികളും പ്രവാചകന്മാരും ഇവരെല്ലാം പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. സ്തോത്രം. വേറെ ഈ പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന വേറൊരു ചെറിയ വിശദീകരണം കൂടെ പറയാം. പുതിയ നിയമത്തിലെ ന്യായാധിപന്മാരുടെ പുസ്തകം എന്താ പറയുന്നത്? ന്യായാധിപന്മാരുടെ പുസ്തകം എഴുതി തീരുന്നത് എങ്ങനെയാ? ആ കാലത്ത് ഇസ്രായേലിൽ രാജാവില്ലായിരുന്നു. ഓരോരുത്തൻ തനിക്ക് ബോധിച്ച വണ്ണം നടന്നു. അതിന്റെ മേളിലുള്ള ഭാഗം, ബെന്യാമീൻ ഗോത്രം, അറിയാമല്ലോ ബെന്യാമീൻ ഗോത്രം ഇല്ലാതാകത്തക്കമുള്ള സങ്കടകരമായ ചിത്രമൊക്കെ അതിന്റെ മേളിൽ നടന്നു. ഇത്ര നീചമായ കാര്യങ്ങൾ. ഇസ്രായേൽ മക്കളുടെ ചരിത്രത്തിലെ ഏറ്റവും കറുത്ത അധ്യായങ്ങൾ അവിടെ വരയ്ക്കപ്പെട്ടിരിക്കുകയാണ്. ഒടുവിൽ പറഞ്ഞു, രാജാവില്ല, ബോധിച്ച വണ്ണം നടക്കുന്നു. ഞാനെന്ന് പറഞ്ഞോട്ടെ, നമ്മുടെ ഇടയിലും ഏതാണ്ട് ഇതൊക്കെയല്ലേ വാളെടുക്കുന്നവനൊക്കെ വെളിച്ചപ്പാട്.
തൊണ്ടക്കിച്ചിരി ആയമുണ്ടെങ്കിൽ അവൻ ഇവിടുത്തെ ഉപദേഷ്ടാവ്. ദേഷ്യം വരില്ല, സത്യമാ ഞാൻ പറയുന്നത്. വാളെടുക്കുന്നവനൊക്കെ വെളിച്ചപ്പാട്, വേദപുസ്തകം പഠിക്കേണ്ട എന്ന് പ്രസംഗിക്കുന്നവർ രാജാവില്ല. ഓരോരുത്തൻ ബോധിച്ച വണ്ണം വാക്കുകൾ കൂട്ടിയിണക്കി പ്രാസഭംഗിയിൽ എന്തൊക്കെ അവതരിപ്പിച്ചാൽ ആലും അത് ഉണർവ് പ്രസംഗമായി. കൂടെ ഉണ്ടല്ലോ എല്ലാവരും. പ്രിയപ്പെട്ടവരെ, രാജാവില്ലാത്ത സ്ഥിതി, ബോധിച്ച വണ്ണം. അത് ഇംഗ്ലീഷിൽ അതിന്റെ തർജ്ജമ ഇങ്ങനെ, ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ, ഓരോരുത്തൻ അവനവന് ശരിയെന്ന് തോന്നുന്ന വണ്ണം മുമ്പോട്ട് ജീവിച്ചെന്ന്. ഈച്ച് വൺ വാസ് ലിവിങ് അക്കോർഡിംഗ് ടു വാട്ട് സീംഡ് റൈറ്റ് ഇൻ ഹിസ് സൈറ്റ്. അവന്റെ കാഴ്ചയിൽ ശരിയെന്ന് തോന്നുന്നത് അവൻ അങ്ങ് പിന്തുടരുകയാണ്. നമ്മുടെ ഇടയിൽ അങ്ങനെ ആകരുത്. മലയാളി ക്രിസ്ത്യൻ കോൺഗ്രിഗേഷൻ എന്നൊക്കെ പറയുമ്പോൾ ഇതൊരു നല്ല കൂട്ടായ്മയാണ്. സഭകൾ പരസ്പരം ഉപദേശ ഐക്യത്തിൽ വളരാൻ ഇങ്ങനെയുള്ള കൂടിവരവുകൾ നല്ലതാ. സ്തോത്രം. മനസ്സിലായല്ലോ? ഓരോരുത്തൻ അവനവന്റെ ഒരു ഒരു ക്ലോസറ്റിനകത്ത് കിടന്ന് അവിടെ തന്നെ ഗെറ്റിംഗ് ക്ലോസറ്റഡ് ഇൻ വൺ സോൺ ഏരിയ അവിടെ തന്നെ കിടന്ന് അങ്ങനെ അവനവന് ഒരു പരസ്പരം ബന്ധമില്ലാതെ പോകരുത്. അങ്ങനല്ല. സഭകൾ പരസ്പരമുള്ള കൂട്ടായ്മ, ഉപദേശ ഐക്യത്തിൽ വളരുവാനുള്ള ഒരു നല്ല ഒരു ഉപാധിയാണ്. സ്തോത്രം. ആട്ടെ, അപ്പോൾ ഓരോരുത്തരും തനിക്ക് ബോധിച്ച് ശരിയാണെന്ന് പറഞ്ഞ് പോകുന്ന നില നമ്മുടെ ഇടയിൽ ഉണ്ടാകരുതെന്ന് കൂട്ടത്തിൽ നിങ്ങളെ ഓർമ്മിപ്പിച്ച് ഞാൻ മുൻപോട്ട് പോകുന്നതുകൊണ്ടാണ് ഈ പുസ്തകത്തെ ന്യായാധിപന്മാരുടെ പുസ്തകത്തോട് ഉപമിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, പത്രോസിന്റെ 2-ാം ലേഖനത്തോട് ഇതിന് വളരെ സാമ്യമുണ്ട്. ദുരുപദേഷ്ടാക്കന്മാർ ഉണ്ടാകും എന്ന പത്രോസ് 2:2 പത്രോസ് മുന്നറിയിപ്പ് തന്നെങ്കിൽ യൂദായുടെ ലേഖനം വരുമ്പോൾ ഇതാ നമ്മുടെ ഇടയിൽ ഉണ്ടെന്ന് പറഞ്ഞിരിക്കുക. പത്രോസ് പറഞ്ഞതേ വരുന്നുണ്ടെന്ന് പറഞ്ഞു, അതാ വന്നിരിക്കുന്നു എന്ന് യൂദാ പറയുക. തമ്മിൽ വളരെ സാദൃശ്യമുണ്ട്. സാദൃശ്യത്തെക്കുറിച്ച് പിന്നെയും കൂടുതൽ വിശദീകരിക്കാം. ഇനി തന്റെ ഈ പുസ്തകത്തിൽ, ഈ ലേഖനത്തിൽ പല കാര്യങ്ങൾ അദ്ദേഹം തന്റെ അവതരണത്തിന് പിൻബലമായി എടുത്തിട്ടുണ്ട്. അതെല്ലാം കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പിന്നെ ചിന്തിക്കാം. സ്തോത്രം. ഇനി ഇത് ആർക്കാണ് എഴുതിയത് എന്നത് യഹൂദ ക്രിസ്ത്യാനികൾക്കും ഇതര ജാതികളിൽ നിന്നും രക്ഷിക്കപ്പെട്ടു വന്നവർക്കും ഒരുപോലെ യോജിക്കുന്ന പുസ്തകമായത്. അതുകൊണ്ടാണ് നമുക്കറിയാമല്ലോ, തുടങ്ങുമ്പോൾ പൊതുവിലുള്ള രക്ഷ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ പൊതുവിലുള്ള രക്ഷയുടെ ഒരു ചിത്രം നമുക്ക്, അല്ലെങ്കിൽ ഇതിൽ തുടങ്ങുമ്പോൾ അദ്ദേഹം പറയുക പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് താൻ എഴുതാൻ തുടങ്ങിയത്. അപ്പോൾ യഹൂദന്മാർക്കും ജാതികൾക്കും ഒരുപോലെ മനസ്സിലാകുന്ന, ബാധകമാകുന്ന, അവർക്ക് ഒരുപോലെ പ്രയോജനകരമാകുന്ന ലേഖനമാണിത്. ഇനി ഇത് എഴുതിയ കാലത്തെക്കുറിച്ചും കൂടി ഒരു വാക്ക് പറഞ്ഞു പോട്ടെ. പത്രോസ് നീറോ ചക്രവർത്തിയുടെ കാലത്താണ് കൊല്ലപ്പെട്ടതെന്നുള്ളത് ചരിത്രത്തിൽ നമുക്ക് തെളിവുണ്ട്. AD 68 പത്രോസിന്റെ രക്തസാക്ഷിത്വം എന്ന AD 68 പത്രോസ് രക്തസാക്ഷിയായി നീറോ ചക്രവർത്തിയുടെ കാലത്ത്. പത്രോസ് അപ്പോൾ മരിക്കുന്നതിന് മുമ്പ് എഴുതിയ ലേഖനമാണല്ലോ പത്രോസിന്റെ 2-ാമത്തെ ലേഖനം. ഈ പത്രോസിന്റെ 2-ാമത്തെ ലേഖനത്തിൽ നിന്ന് യൂദ ഉദ്ധരിക്കുകയാണെന്ന് തന്നെ നമുക്ക് പറയാം. ഇച്ചിരി വിവാദ ചിലരിലുണ്ടെങ്കിലും ന്യായമായിട്ട് നമുക്ക് അതങ്ങനെ ചിന്തിക്കാം. പത്രോസിന്റെ 2-ാം ലേഖനത്തിൽ നിന്ന് യൂദ ഉദ്ധരിക്കുന്നുണ്ട്. അപ്പോൾ പത്രോസിന്റെ 2-ാം ലേഖനം എഴുതി കഴിഞ്ഞിട്ടാണ് യൂദായുടെ ലേഖനം. അപ്പോൾ AD 68 ശേഷമാണ്. സ്തോത്രപ്പോൾ ന്യായമായി AD 70-നും 80-നും ഇടയിൽ ഈ ലേഖനം എഴുതപ്പെട്ടു എന്ന് ന്യായമായി നമുക്ക് ചിന്തിക്കാം. സ്തോത്രം. ഇനി ഇത് എഴുതപ്പെട്ടിരിക്കുന്ന സന്ദർഭത്തെക്കുറിച്ചും കൂടി ഒരു വാക്ക് പറഞ്ഞോട്ടെ. കൃപയാൽ രക്ഷിക്കപ്പെട്ടിരിക്കുന്നതിനാൽ തുടർന്നുള്ള പാപം ദൈവം കണക്കിടുന്നില്ല എന്ന ഉപദേശം സഭയിൽ കടന്നു വന്നു. ജ്ഞാനവാദികൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ, നോസ്റ്റിക്സ്. ജ്ഞാനവാദികൾ എന്ന് പറയുന്ന ഒരു കൂട്ടം സഭയ്ക്കകത്ത് കടന്നു, നുഴഞ്ഞു കയറി. അവർ പറയുന്നത്, ശരീരം കൊണ്ട് ചെയ്യുന്ന ഒന്നും വലിയ കുഴപ്പമൊന്നും അല്ല, അകത്തെ ഇവിടെ പ്രധാനം എന്ന് പറഞ്ഞ് ഈ ജ്ഞാനവാദികൾ കേടി വന്നിട്ട് കൃപയാൽ രക്ഷിക്കപ്പെട്ടിരിക്കുന്നെങ്കിൽ ഇനി പാപം ചെയ്യുന്നതൊന്നും ദൈവം കണക്കിടുന്നില്ല എന്ന് പഠിപ്പിക്കാൻ തുടങ്ങി. അത് 2-ാം നൂറ്റാണ്ടിലാണ് ആ ഉപദേശം ശക്തിപ്പെട്ടത്. പക്ഷേ 1-ാം നൂറ്റാണ്ടിൽ ഇവർ നുഴഞ്ഞ് സഭയ്ക്കകത്ത് കടന്നു. സഭയ്ക്കകത്ത് കടന്നപ്പോൾ അതിനെതിരെയുള്ള മുന്നറിയിപ്പായിട്ടാണ് ഈ ലേഖനം യൂദാ അപ്പോസ്തലൻ എഴുതിയത്. സ്തോത്രം. ഇനി പൊതുവായുള്ള കുറെ വിവരങ്ങൾ കൂടി നമുക്ക് തുടർന്ന് ചിന്തിക്കുന്ന കൂട്ടത്തിൽ ചിന്തിക്കാം. നമുക്ക് ലേഖനത്തിലേക്ക് തന്നെ കടക്കാം. കാര്യം സമയം വളരെ കുറവാണല്ലോ. ലേഖനം യേശുക്രിസ്തുവിന്റെ ദാസനും യാക്കോബിന്റെ സഹോദരനുമായ യൂദാ, പിതാവായ ദൈവത്തിൽ സ്നേഹിക്കപ്പെട്ടും യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടും ഇരിക്കുന്നവരായ വിളിക്കപ്പെട്ടവർക്ക് എഴുതുന്നത്.
നിങ്ങൾക്ക് കരുണയും സമാധാനവും സ്നേഹവും വർദ്ധിക്കുമാറാകട്ടെ. ലേഖനം തുടങ്ങുന്നു. നമുക്കറിയാമല്ലോ, പഴയ കാലത്തുള്ള എഴുത്തുകളെല്ലാം ആരെഴുതി, ആർക്കെഴുതി, വന്ദനം, അങ്ങനെ തുടങ്ങുന്നത്. നമ്മളും ഇപ്പോഴാ ഫോർമാറ്റ് ഫോളോ ചെയ്യുന്നുണ്ട്. ഫ്രം ടു സബ്ജക്റ്റ്, ഇതുപോലെ തന്നെ ഇവിടെയും പറഞ്ഞിരിക്കുക. യേശു ക്രിസ്തുവിന്റെ ദാസൻ, യാക്കോബിന്റെ സഹോദരൻ, കൂടുതൽ വിശദീകരണത്തിൽ നിൽക്കുന്നില്ല അവിടെ നിന്നും, യൂദ, പിതാവായ ദൈവത്തിൽ സ്നേഹിക്കപ്പെട്ടും യേശു ക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടുമിരിക്കുന്ന വിളിക്കപ്പെട്ട വിശുദ്ധന്മാർക്ക്, വിളിക്കപ്പെട്ടവർക്ക് എഴുതുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഏറ്റവും സന്തോഷം തരുന്ന ഒരു കാര്യം പിതാവായ ദൈവത്താൽ നാം സ്നേഹിക്കപ്പെടുന്നു എന്നുള്ളതാണ്. സ്തോത്രം. എത്ര പറഞ്ഞാലും അധികമാകാത്ത ഒരു സത്യം ഞാൻ നിങ്ങളെ ഓർപ്പിക്കാം. ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നമ്മളുടെ സ്നേഹമാണ്. സ്നേഹം. അവൻ നമ്മളെ സ്നേഹിക്കുന്നു, നമ്മൾ അവിടുത്തെ സ്നേഹിക്കുന്നു. അഖിലാണ്ട കടാഹത്തിൽ അനേക ജീവികളുണ്ടെങ്കിലും ദൈവത്തിന്റെ സ്നേഹം അനുഭവിക്കുന്ന ഒരൊറ്റ ജീവിയേ ഉള്ളൂ. ഒറ്റ ജീവിയേ ഉള്ളൂ. ആരാന്നറിയാമോ? നമ്മളാ. ദൂതന്മാരെ പോലും ദൈവം സ്നേഹിക്കുന്നില്ല. കാരണം 1 കൊരിന്ത്യർ 13 സ്നേഹത്തിന് നിർവചനമുണ്ട്. എന്താണ് സ്നേഹം? സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല, അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു, എല്ലാം പൊറുക്കുന്നു, എല്ലാം സഹിക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു. സ്നേഹം ഒരു നാളും ഉതിർന്നു പോകയില്ല. ദോഷം കണക്കിടാത്തതും എല്ലാം പൊറുക്കുന്നതുമായ ഒരു വിശേഷപ്പെട്ട ബന്ധമാണ് സ്നേഹം. സ്തോത്രം. ദൂതന്മാർ ഈ അനുഭവമുള്ളവരല്ല. ദൂതപ്രമുഖനായ ലൂസിഫർ ഒരൊറ്റ തെറ്റ് ചെയ്തു. നിന്നെ സൃഷ്ടിച്ച നാൾ മുതൽ നിന്നിൽ നീതികേട് കണ്ടതുവരെ നീ നടപ്പിൽ നിഷ്കളങ്കനായിരുന്നു. ആദ്യം ചെയ്ത തെറ്റ്, ആ ഒരേ ഒരു തെറ്റ്, ആദ്യം ചെയ്ത തെറ്റ്, അപ്പോൾ പറയാം ഒരേ തെറ്റേ ഉള്ളൂ. ആദ്യം ചെയ്ത ആ തെറ്റ് ദൈവം അതിന്റെ മുഴുവൻ ഗൗരവത്തിലും കണക്കിട്ടു. മുഴുവൻ ഗൗരവത്തിലും കണക്കിട്ടു. അവർക്ക് വേണ്ടി നരകമൊരുക്കി, പുറന്തള്ളി, പുറത്താക്കി. ഒരു തെറ്റ് ചെയ്തപ്പോഴേ പുറത്താക്കി, നരകമൊരുക്കി. പക്ഷേ ആദാം പാപം ചെയ്തപ്പോൾ, സ്തോത്രം, വേറെ ഒരു നരകമൊരുക്കുകയായിരുന്നില്ല. ആദാം പാപം ചെയ്തപ്പോൾ ആ ദോഷം കണക്കിടാതെ ഔദാര്യമായി അവനോട് ക്ഷമിക്കേണ്ടതിന് അവന് വേണ്ടി കാൽവറി ഒരുക്കി. മറക്കരുത്. മത്തായി 25:41 പിശാചിനും അവന്റെ ദൂതന്മാർക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നി. സ്തോത്രം. ദൂതന്മാരെ ദൈവം ആദരിച്ചില്ല. ദൂതന്മാരെ സംരക്ഷണ ചെയ്യാനല്ല, അബ്രഹാമിന്റെ സന്തതിയെ സംരക്ഷണ ചെയ്യുവാനാണ് അവൻ വന്നത്. ദൂതന്മാരെ ദൈവം ആദരിച്ചില്ല. നമ്മളെ ആദരിച്ചു. അതാണ് സ്നേഹം. മനസ്സിലായെന്ന് വിശ്വസിക്കട്ടെ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ദൂതന്റെ സ്റ്റാറ്റസ് അല്ല നമ്മുടെ സ്റ്റാറ്റസ്. ദൂതന്റെ സ്റ്റാറ്റസ് അല്ല നമ്മുടെ സ്റ്റാറ്റസ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ചില പാട്ടൊക്കെ പാടും, എനിക്കങ്ങ് വിഷമം തോന്നും. നമ്മൾ ദൂതന്മാരുടെ കൂടെ പാടുമെന്നൊക്കെ നമ്മളിപ്പോ പാടാറുണ്ട്. നമ്മൾ ദൂതന്മാരുടെ കൂടെ ഒന്നും അല്ല സഹോദരങ്ങളെ പാടാൻ പോണത്. പണ്ടൊക്കെ വേദപുസ്തകം അനുസരിച്ച് എഴുതിയിരുന്ന പാട്ടുകളിൽ പാടുമായിരുന്നു. സ്തോത്രം. ദൂതർക്കും കൂടെ അവകാശമില്ലാത്ത നമ്മള് സത്യം അറിയിക്കാനുള്ള പദവി നമുക്ക് ലഭിച്ചെന്നും സ്തോത്രം. പിന്നെ അറിയാമല്ലോ, വീണ്ടെടുപ്പിൻ ഗാനം പാടും ഞാൻ സിയോനിൽ, വിണ്ടൂതർക്കും പാടാ അസാധ്യ
അസാധ്യമേ അത്, വിണ്ടൂതർക്കും പാടാൻ അസാധ്യമേ അത്. കാൽവറിഗിരിയിൽ കാൽകരം പിരിച്ച് പകരം വരിച്ച കുഞ്ഞാടാം പ്രിയനിൻ സ്നേഹം എൻ. നിങ്ങൾ വേണമെങ്കിൽ ദൂതന്മാരോട് പാടിക്കൂ, ഞാൻ ആ കൂട്ടത്തിലില്ല, ഞാൻ വേറൊരു കൂട്ടാ. ഞാൻ ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്നു. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടല്ലോ. സ്തോത്രം. എന്റെ സഹോദരങ്ങളെ, ലോകത്തിൽ നമ്മളെ ആര് പരിഗണിച്ചില്ലെങ്കിൽ എന്നതാ? Don't get bothered about that. അതിനെക്കുറിച്ച് നിങ്ങൾ വിഷമിക്കരുത്. I am beloved of the Lord. ഞാൻ ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്നു. നമ്മൾ ഇപ്പൊ കാശുമായിട്ടൊന്ന് വായിച്ചു വിട്ടേക്കരുത് കേട്ടോ. ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്നു. സ്തോത്രം. പിതാവായ ദൈവത്തിൽ സ്നേഹിക്കപ്പെട്ടു, യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടും. മൂലകൃതിയിലും അങ്ങനെ തന്നെയാ, യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടെന്ന് തന്നെയാ. ഇംഗ്ലീഷിൽ ചിലത് യേശുക്രിസ്തുവിൽ സൂക്ഷിക്കപ്പെട്ടു എന്നൊക്കെ ചില ഇംഗ്ലീഷ് തർജ്ജമകളിലുണ്ട്. അങ്ങനല്ല. കൊയിനെ ഗ്രീക്കിൽ യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെയാ. സ്തോത്രം. കൂട്ടത്തിൽ ഒരു വാക്കെന്ന് പറഞ്ഞോട്ടെ, നമ്മുടെ മലയാളം തർജ്ജമയിൽ ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കും നമ്മൾ. 13 വേദ പണ്ഡിതന്മാർ, ഭക്തന്മാർ 6 ദീർഘവർഷം കഠിനാധ്വാനം ചെയ്തുണ്ടായതാണ് നമ്മുടെ കയ്യിൽ വെച്ചിരിക്കുന്ന ഈ വേദപുസ്തകം. 13 വേദ പണ്ഡിതന്മാർ 6 വർഷം അധ്വാനിച്ചതാ. കോട്ടയത്തെ CMS പ്രസിൽ അവരൊരുമിച്ചിരുന്ന് ആ വേദഭാഗങ്ങൾ ചർച്ച ചെയ്ത് അവസാന ടെക്സ്റ്റിന് രൂപം കൊടുത്ത സമയത്ത് ചുറ്റും ഇരുന്നിരുന്ന ആ മേശ ഇപ്പോഴും അവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അവരെയൊക്കെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കണം. നമ്മൾ വളരെ കറക്റ്റായിട്ടുള്ള തർജ്ജമയാണ്. ഇംഗ്ലീഷിലാണെങ്കിലും ഒത്തിരി തർജ്ജമകളൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിലും ന്യൂ ഇന്റർനാഷണൽ വേർഷൻ അതാണ് ഏറ്റവും പഠനത്തിന് നല്ല തർജ്ജമ. ന്യൂ ഇന്റർനാഷണൽ വേർഷനാണ്. ഓതറൈസ്ഡ് വേർഷൻ അതിനെക്കുറിച്ച് പറയാൻ പറയുന്നതിന് നല്ല ഒരു വാക്കെന്ന് പറഞ്ഞോട്ടെ പ്ലീസ്. ഓതറൈസ്ഡ് വേർഷൻ 1611 ജെയിംസ് രാജാവിന്റെ കൽപ്പനയാലാണ് ഉണ്ടായത്. 1611 തർജ്ജമ ഓത്തറൈസ്ഡ് വേർഷൻ. എന്തുകൊണ്ടാണ് അതിന് ഓത്തറൈസ്ഡ് വേർഷൻ എന്ന് വന്നെന്നറിയാമോ? അതായത് വേദപുസ്തകം തർജ്ജമ ചെയ്യുന്നത് കുറ്റകരമാണെന്ന് അന്ന് ചിന്തിച്ചിരുന്നു. വേദപുസ്തകം തർജ്ജമ ചെയ്തവരെയൊക്കെ കൊന്നുകളഞ്ഞു. ടിൻഡെയിൽ, കവർഡെയിൽ, അവരുടെയൊക്കെ ചരിത്രം നമുക്കറിയാം. അവരെയൊക്കെ കൊന്നുകളഞ്ഞിരുന്നു. ലാറ്റിൻ വൾഗേറ്റ് ഉണ്ടാക്കിയ അത് സഭ എതിർത്തു. വേദപുസ്തകം അതിന്റെ മൂലകൃതിയിൽ മാത്രമേ ഇരിക്കാൻ പാടുള്ളെന്നും സാധാരണക്കാരന്റെ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്യാൻ പാടില്ലെന്ന് ലോകം മുഴുവൻ പ്രചരിച്ചിരിക്കുന്ന ഇംഗ്ലീഷ്. പക്ഷെ അന്ന് ഒരു തീരെ വികസനമില്ലാത്ത ഒരു പരുക്കൻ ഭാഷയായിരുന്നു. വളരെ വളരെ ഒരു പ്രാകൃത ഭാഷയായിരുന്നു. അതിന് തീരെ ഡെവലപ്മെന്റ് അന്നില്ലായിരുന്നു. കേൾക്കണേ, അന്ന് സാധാരണക്കാരൻ സംസാരിക്കുന്ന ഭാഷ, ആ ഭാഷയിലോട്ട് വേദപുസ്തകം തർജ്ജമ ചെയ്താൽ പാവപ്പെട്ടവൻ ഈ വേദപുസ്തകത്തിന്റെ കോപ്പികൾ ഉണ്ടെന്ന് അവന്റെ കൊച്ചു കുടിലിൽ, അവന്റെ കൊച്ചു വീട്ടിൽ, അവന്റെ വീട്ടു സാമാനങ്ങളുടെ ഇടയിൽ കൂട്ടി വെക്കുമെന്നും അത് പുസ്തകത്തെ അപമാനിക്കുന്നതാണെന്നും അത് ഒറിജിനലിൽ മാത്രം ഇരിക്കേണ്ടതാണെന്നും സഭാ നേതൃത്വം വിശ്വസിച്ചിരുന്നു. തർജ്ജമ ചെയ്യുന്നതിന് എതിരായിരുന്നു സഭ. അങ്ങനെ വേദപുസ്തകം തർജ്ജമ ചെയ്യാൻ തുടങ്ങിയവരെയൊക്കെ അറിയാമല്ലോ. മാർട്ടിൻ ലൂഥറിന്റെ കാലത്തിന് ശേഷം പുസ്തകം ആളുകൾ പഠിക്കണമെന്ന ചിന്ത ആളുകളുടെ ഇടയിൽ വന്നിട്ട് ജീവനെ കൊടുത്തും ത്യാഗപൂർണമായി തർജ്ജമകൾ ഉണ്ടാക്കി. അങ്ങനെ തർജ്ജമ ചെയ്തവരെയൊക്കെ കൊന്നു. എന്നാൽ ജെയിംസ് രാജാവ് അധികാരത്തിൽ വന്നപ്പോൾ അദ്ദേഹം കൽപ്പന കൊടുത്തു. അദ്ദേഹം കൽപ്പന കൊടുത്തിട്ട് ഒരു കൂട്ടം പണ്ഡിതന്മാർ കൊട്ടാരത്തിൽ പാർപ്പിക്കപ്പെട്ടു. രാജാവിന്റെ സംരക്ഷണയിൽ രാജാവിന്റെ കൽപ്പന പ്രകാരം അവർ തർജ്ജമയുണ്ടാക്കി. അങ്ങനെ ഉണ്ടായ തർജ്ജമയാണ് കിങ് ജെയിംസ് വേർഷൻ. അത് 1611 പ്രസിദ്ധപ്പെടുത്തിയത്. കിങ് ജെയിംസ് വേർഷൻ 1611
അത് പ്രസിദ്ധപ്പെടുത്തുമ്പോൾ ഓത്തറൈസ്ഡ് വേർഷൻ എന്ന് അതിന് പേര് കൊടുത്തു. അധികാരപ്പെടുത്തപ്പെട്ടത് എന്നതിന് പേര് കൊടുത്ത കാര്യം, ദ കിങ് ഹാസ് ഓതറൈസ്ഡ് ദിസ് ബുക്ക് ടു ബി റെഡ് ഇൻ ദ ചർച്ചസ്. നിങ്ങൾ ഇംഗ്ലീഷ് വേർഷൻ ആദ്യം നോക്കി, ഓത്തറൈസ്ഡ് ടു ബി റെഡ് ഇൻ ദ ചർച്ചസ്. പള്ളികളിൽ വായിക്കപ്പെടുവാൻ രാജാവ് അധികാരം കൊടുത്തിരിക്കുന്നു. അപ്പോൾ രാജാവിന്റെ അധികാരത്തിന്റെ പിൻബലത്തോടെ ഇത് പുറത്തിറക്കിയത് കൊണ്ടാണ് തർജ്ജമ ചെയ്തവരുടെ ജീവൻ കിട്ടിയത്. അതാണ് ഓത്തറൈസ്ഡ്. അങ്ങനെ വേദപുസ്തകം തർജ്ജമ ചെയ്ത് ഉണ്ടാക്കുമ്പോൾ അതിന്റെ ഭാഷാ ഭംഗിക്ക് അവർ വളരെ വില കൊടുത്തു. ഞാൻ പറഞ്ഞല്ലോ, ഇംഗ്ലീഷ് ഭാഷ അന്ന് വളരെ 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 അവികസിതമായ ഒരു ഭാഷയാണ്. അവികസിതമായ ഭാഷ. അന്ന് ഇംഗ്ലീഷ് ഭാഷയിൽ അനേക ഭാഷകളിൽ നിന്ന് വാക്കുകൾ അവർ ഉൾക്കൊണ്ടു. അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ വാക്കില്ല, ഒത്തിരി ഭാഷയിൽ നിന്ന് വാക്കുകൾ ഉൾക്കൊണ്ടിട്ട് ഒരു ഭംഗിയുള്ള ഒരു ലുസിഡ് പോയറ്റിക് സ്റ്റൈൽ രൂപപ്പെടുത്തി, വായിക്കാൻ സുഖകരമായ ഒരു ഭാഷാ രീതി അങ്ങനെ ഓത്തറൈസ്ഡ് വേർഷനിൽ അവര് രൂപപ്പെടുത്തി. അങ്ങനെയാണ് ഇംഗ്ലീഷ് ഭാഷ തന്നെ വളരാൻ കാരണമായത്. അതുകൊണ്ടാണ് പറയുന്നത്, ചരിത്രം പറയുന്നത്, ഇംഗ്ലീഷ് ലാംഗ്വേജ് ഈസ് നത്തിങ് ബട്ട് ദ ലാംഗ്വേജ്. പ്രധാനപ്പെട്ട ഒരു തർജ്ജമയായി വന്നു. വായിക്കാൻ നല്ല പോയറ്റിക്കാണ്, കാവ്യാത്മകമാണ്. അത് വായിച്ച് മനസ്സിലങ്ങ് പതിഞ്ഞത്. അതാണ് നമ്മളറിയാമല്ലോ, ദായ്, ദാൻ, ദാവ്, ഇങ്ങനെയൊക്കെയുള്ള വാക്കുകളാണ് അവിടെ ഉപയോഗിച്ചത്. പഴയ രൂപമാണ്, ഇംഗ്ലീഷിന്റെ പഴയ രൂപമാണ്. അതിൽ അർത്ഥത്തിന്റെ കൃത്യത പലയിടത്തും നഷ്ടമായി. കേൾക്കുന്നുണ്ടോ എല്ലാവരും? അർത്ഥത്തിന്റെ കൃത്യത പലയിടത്തും നഷ്ടമായി. അതുകൊണ്ടാണ് പിന്നെ പല തർജ്ജമകൾ കാലാന്തരങ്ങളിൽ ഉണ്ടായി. അങ്ങനെ ഉണ്ടായതിൽ ഏറ്റവും നല്ല ഒരു തർജ്ജമയാണ് ന്യൂ ഇന്റർനാഷണൽ വേർഷൻ, NIV എന്നൊരു തർജ്ജമ ഉണ്ടായി. 1978 അത് പ്രസിദ്ധപ്പെടുത്തിയത്, ന്യൂ ഇന്റർനാഷണൽ വേർഷൻ. അതുകൊണ്ട് വേദപുസ്തകം പഠിക്കാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നെങ്കിൽ, ധ്യാനത്തിന് വായിക്കാനാണെങ്കിൽ ഓതറൈസ്ഡ് വേർഷൻ മതി. ധ്യാനിച്ച് വായിക്കാൻ മനസ്സിൽ വായിച്ചു പതിഞ്ഞ ഭാഷയാണ്, അതാ ഇഷ്ടമെങ്കിൽ വായിച്ചോ, കുഴപ്പമില്ല. അത് ധ്യാനിക്കാൻ അത് നല്ലതാ. പക്ഷേ ആഴമായി പുസ്തകത്തിന്റെ ആ റിയൽ മീനിങ് ഉൾക്കൊണ്ട് പഠിക്കാൻ നിങ്ങൾ താല്പര്യപ്പെടുമ്പോൾ NIV എടുത്തോണം കേട്ടോ. സ്തോത്രം. NIV-യിൽ കുറച്ചുകൂടെ കൃത്യമായിട്ടുണ്ട്. അവർ താഴെ ഫുട് നോട്ടായിട്ടും ഒക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ മലയാളം തർജ്ജമ കണ്ടില്ലേ, യേശു ക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടു. സമയം പോകുന്നു, ഞാൻ മുമ്പോട്ട് പോയിക്കോട്ടെ. അപ്പോൾ യേശു ക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ പ്ലീസ്, sanctified by God the Father. ഞാൻ പറയാം പറഞ്ഞു തുടങ്ങിയതേ ഉള്ളല്ലോ. താഴെ വരുന്നുണ്ട് വിളിക്കപ്പെട്ടവരെന്നുള്ളത് അതിനകത്ത്. ലിസൺ, സീ വാട്ട് ഈസ് മെന്റ് ബൈ സാങ്ക്ടിഫൈഡ്. എന്താണ് ഈ സാങ്ക്ടിഫൈഡ് എന്ന് പറയുമ്പോൾ? പ്രിയപ്പെട്ടവരെ, സാങ്ക്ടിഫൈഡ് മീൻസ് സെറ്റ് അപ്പാർട്ട്. ഒരു കാര്യത്തിനായി മാത്രം മാറ്റിവെച്ചിരിക്കുന്നത്. ഞാന് ഇവിടെ പറയുന്നത് മൂലകൃതിയിൽ ഉദ്ദേശിക്കപ്പെട്ട അർത്ഥമാക്കപ്പെട്ടിരിക്കുന്ന അർത്ഥത്തിനാണ് ഞാനിവിടെ ഊന്നൽ കൊടുക്കുന്നത്. മനസ്സിലായല്ലോ? പല തർജ്ജമകൾ ഉണ്ടായിരിക്കും. ഇപ്പൊ നമ്മുടെ മലയാളത്തിലാണെങ്കിലും ഈ അങ്ങും ഇങ്ങും ഓരോ അക്ഷരം മാറ്റിയിട്ട് പുതിയ വേർഷൻസ് ഉണ്ടാക്കുന്നു. അത് കച്ചവട കണ്ണോടെ ചെയ്താൽ അത് സങ്കടമാണ്. വില കുറഞ്ഞ്, തീരെ വില കുറച്ച് വേദപുസ്തകം ഇഷ്ടംപോലെ അടിച്ചു കൊടുക്കുന്നതിന് ഞാൻ വളരെ സന്തോഷിക്കും. പക്ഷെ അതിനകത്ത് തിരുത്തുകൾ, ഭാഷ ഒന്നുകൂടി ശുദ്ധീകരിക്കാനുള്ളതാണെങ്കിൽ വെൽ ആൻഡ് ഗുഡ്. അക്ഷരത്തെറ്റ് വല്ലതും തിരുത്താനാണെങ്കിൽ സന്തോഷം. പക്ഷേ ആശയം തെറ്റുന്ന പോലെ ചില ഭാഗങ്ങളിൽ വരുന്നുണ്ട്, അത് ഒഴിവാക്കപ്പെടണം. പ്രിയപ്പെട്ടവർ, ഞാൻ ഇവിടെ പറയുമ്പോൾ സ്നേഹിക്കപ്പെട്ടു എന്ന് തന്നെയാണ് മൂലാകൃതിയിൽ വരുന്നത്. എന്തുകൊണ്ടാണ് ഞാൻ ഇത് മൂന്നും കൂടെ ചേർത്ത് പറയാം, മുമ്പോട്ട് വരട്ടെ. അപ്പോൾ യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 17-11 തുടക്കത്തിലെ ഇത്രയും വിശദമായിട്ട് പോകാൻ നേരമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ആദ്യം ഇച്ചിരി ഒരു വിശദമായിട്ട് പറഞ്ഞു പോകാം. അവിടെ കർത്താവ് പ്രാർത്ഥിക്കുന്ന കർത്താവിന്റെ മഹാപുരോഹിത പ്രാർത്ഥന ഒന്ന് വായിച്ചേ. യോഹന്നാൻ 17:11 ഒന്ന് വായിച്ചാട്ടെ. കർത്താവിന്റെ മഹാപുരോഹിത പ്രാർത്ഥന, ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 17:11. ക്വിക്ക്, ഇത്ര സമയം എടുക്കൽ. അവരെ കാത്തുകൊള്ളണമേ. സ്തോത്രം. കണ്ടോ, കാത്തുകൊള്ളണമേ. അതുപോലെ 1 തെസ്സലോനിക്കർ 5:23 അവിടെ സ്തോത്രം,
സമാധാനത്തിലെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അനിന്യമായി കർത്താവിന്റെ നാളിൽ വെളിപ്പെടുവാൻ തക്കവണ്ണം കാക്കപ്പെടുമാറാകട്ടെ. ഇത് യൂദായുടെ ലേഖനത്തിൽ ഒരു പ്രധാന ആശയമാണ്, കാക്കപ്പെടുക എന്നുള്ളത്. അതാണ് ഒടുവിൽ വരുമ്പോഴും ഇനി കൂടുതൽ പിന്നെ നമുക്ക് മനസ്സിലാക്കാം. 25-ാമത്തെ വാക്യത്തിൽ, 24-25 വാക്യങ്ങളിൽ, വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തന്റെ മഹിമാസന്നിധിയിൽ ആനന്ദത്തോടെ നിർത്തുവാൻ, കളങ്കമില്ലാത്തവരായി നിർത്തുവാൻ കഴിവുള്ളവൻ. നോക്കണേ, ദൈവം നമ്മെ സൂക്ഷിച്ച് നിർത്തുകയാണ്. നമ്മൾ നമ്മുടെ കഴിവ് കൊണ്ട് നിൽക്കില്ല. അപ്പോൾ യൂദായുടെ ലേഖനത്തിലെ അണ്ടർലൈനിങ്, അടിസ്ഥാനമായി പോകുന്ന ഒരാശയമാണ് ദൈവം നമ്മെ സൂക്ഷിക്കുന്നു എന്നുള്ളത്. ദൈവത്താൽ സൂക്ഷിക്കപ്പെടാൻ നമ്മളെ ഏൽപ്പിക്കണം. ഇനി അവിടെയുള്ള വേറൊരാശയം കൂടെ പറയാം. സ്തോത്രം. യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ പറയുന്നത് എനിക്ക് വേണ്ടി ദൈവം, എനിക്ക് വേണ്ടി ദൈവം, എനിക്ക് വേണ്ടി ദൈവം അല്ലെ, എനിക്ക് വേണ്ടി ദൈവം അല്ല, ദൈവത്തിനു വേണ്ടി ഞാൻ. മനസ്സിലായി? എനിക്ക് വേണ്ടി ദൈവം എന്നല്ല നമ്മൾ പറയേണ്ടത്. പിന്നെ എങ്ങനെ പറയേണ്ടത്? ദൈവത്തിനു വേണ്ടി ഞാൻ എന്നാണ് പറയേണ്ടത്. പ്രിയപ്പെട്ടവരെ, നമ്മളെപ്പോഴും നമ്മുടെ ആ താല്പര്യങ്ങൾക്ക് മുൻഗണന കൊടുത്ത് എനിക്ക് വേണ്ടി എനിക്ക് വേണ്ടി എനിക്ക് വേണ്ടി എനിക്ക് വേണ്ടി ദൈവം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒരു തിരുത്ത് വരണേ. യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെടുക. നമ്മൾ ദൈവം നമ്മെ ആപത്തുകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും പാപത്തിൽ വീഴാതെ നോക്കെ സൂക്ഷിക്കുന്നത്, കേൾക്കണേ, ഇവിടെ കുറച്ചു നാളും കൂടെ ജീവിച്ച് കുറച്ച് ദിറംസും കൂടി സമ്പാദിച്ച്, മനസ്സിലായില്ലേ, കുറച്ചും കൂടി സന്തോഷിക്കാൻ ദൈവം നമ്മളിവിടെ ആക്കിയിരിക്കുന്നു നിങ്ങൾ വിചാരിക്കരുത്. നമ്മൾ ദൈവത്തിന് ഉള്ളവരാണ്. യെശയ്യാവിന്റെ പുസ്തകം 43-ാം അധ്യായം 21-ാം വാക്യത്തിൽ, ഞാൻ എനിക്കു വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന ജനം, എന്റെ സ്തുതിയെ വിവരിക്കും. ഞാൻ എനിക്കു വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന എന്റെ ജനം. നമ്മൾ എന്നും ദൈവത്തോടൊന്ന് പറയണം, കർത്താവേ, അടിയൻ അവിടുത്തേക്കുള്ളവനാ, അടിയൻ അങ്ങയുടേതാണ്, അടിയൻ അവിടുത്തെ വകയാണെന്ന് നാം ഇടയ്ക്കിടയ്ക്ക്, ഞാൻ പറയുന്ന എന്നും ദൈവത്തോട് പറയണം. സ്തോത്രം. കർത്താവേ, ഞാൻ നിനക്കുള്ളവനാണ്. അവന്റെ നാമത്തിനു വേണ്ടിയാണ് ദൈവം നമ്മെ, സ്തോത്രം, ഒരു ജനമായി വേർതിരിച്ചിരിക്കുന്നത്. യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു. സ്തോത്രം. താഴോട്ട് വരുന്ന ഭാഗത്ത് ഞാനിത് പിന്നെ കൂടുതൽ വിശദീകരിക്കാം. കാരണം എസ്കറ്റോളജിക്കൽ, യുഗാന്ത്യ സംഭവവുമായി ആ പ്രയോഗത്തിന് ബന്ധമുണ്ട്. മുമ്പോട്ട് പോകുന്നു. വിളിക്കപ്പെട്ടവർ, നമ്മൾ കയറി വന്നവരല്ല. ദൈവം നമ്മെ വിളിച്ച്, സഭ എന്ന വാക്കിന്റെ അർത്ഥം അറിയാമല്ലോ. സഭ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ഒരു പ്രത്യേക ദൗത്യത്തിനായി വിളിച്ച് വേർതിരിക്കപ്പെട്ട കൂട്ടമെന്ന സഭ എന്ന വാക്കിന്റെ അർത്ഥം. എക്ലീഷ്യ, ഒരു കാര്യത്തിനായി വിളിച്ച് വേർതിരിക്കപ്പെട്ട കൂട്ടം, അതാണ് സഭ. വിളിക്കപ്പെട്ടവർ. സ്തോത്രം. അടുത്ത കണ്ടേ, നിങ്ങൾക്ക് കരുണയും സമാധാനവും സ്നേഹവും വർദ്ധിക്കുമാറാകട്ടെ. സ്തോത്രം. അതിനെക്കുറിച്ച് ഒരു വേദപണ്ഡിതൻ പറഞ്ഞിരിക്കുന്നത്, ഈ ആശംസാ വാക്കിൽ, വന്ദന ശബ്ദത്തിലെ ഈ 3 വിശേഷണ പദങ്ങളും ശ്രദ്ധേയമാണ്. കരുണ ദൈവത്തിങ്കൽ നിന്നും, സ്തോത്രം, സമാധാനം നമ്മുടെ അന്തരാത്മാവിൽ അനുഭവിക്കുന്നതും, സ്നേഹം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കേണ്ടതുമാണ്. സ്തോത്രം. The first one is Godward, second one is inward, and the third one is outward. സ്തോത്രം. ഒരു ദൈവവേദന അങ്ങനെ ആയിരിക്കണം. ദൈവത്തിൽ നിന്ന് കരുണ പ്രാപിക്കുന്നവൻ സഹോദരനെ സ്നേഹിക്കണം. ദോഷം കണക്കിടാത്ത സ്നേഹം. മനസ്സിലായോ? സ്തോത്രം. അങ്ങനെയുള്ളവന് ഇൻവേർഡ് പീസ് ഉണ്ട്, ഉള്ളിൽ സമാധാനമുണ്ട്. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, മനുഷ്യന്റെ ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, he cannot be at ease in himself. അവനിൽ തന്നെ സ്വൈര്യമായിരിക്കാൻ കഴിയുന്നില്ല. എവ്രി മാൻ ഈസ് എ വാക്കിംഗ് സിവിൽ വാർ എന്നാ പറയുന്നത്. സഞ്ചരിക്കുന്നത് ഒന്ന് യുദ്ധക്കളരിയ ഓരോരുത്തരും. ഉൽപ്പത്തി പുസ്തകത്തിൽ പാമ്പ് വന്ന് ഹവ്വ അമ്മച്ചിയോട് പറഞ്ഞതേ, നിങ്ങൾ നന്മതിന്മകളെ അറിയുന്നവരായി ദൈവത്തെ പോലെ ആകും. അവിടെ അങ്ങോട്ട് വേണമെങ്കിൽ വലിയ ഏതാണ്ട് കൊടുക്കാൻ, പക്ഷെ അതിനകത്തൊരു ഭയങ്കര വഞ്ചനയായിരുന്നു. മനുഷ്യന്റെ ഇന്നത്തെ പ്രശ്നം എന്താണെന്നറിയാമോ? നന്മ തിന്മയെ അറിയാം, പക്ഷെ നന്മ പിൻപറ്റാൻ ഒക്കുന്നില്ല, തിന്മ ഒഴിയാനും ഒക്കുന്നില്ല. അതാ പ്രശ്നം. He is able to distinguish between good and evil, but he cannot keep off evil and pursue goodness. That is man's problem. അതുകൊണ്ട് അവൻ എപ്പോഴും അസ്വസ്ഥന. സ്തോത്രം.
അവനകത്ത് സ്വൈര്യമായിരിക്കാൻ കഴിയുന്നില്ല. Split personality. He wants to be something, somebody, but he cannot attain to that standard that he himself expects of him. അവനെക്കുറിച്ച് തന്നെ ചിന്തിക്കുന്ന മണ്ഡലത്തിലേക്ക് ഉയർന്നു നിൽക്കാൻ അവന് കഴിയുന്നില്ല. അവൻ സ്വൈര്യതയില്ലാത്തവനാ. സ്തോത്രം. അവരിൽ തന്നെ സമാധാനമാകണമെങ്കിൽ ആദ്യം ദൈവത്തോട് സമാധാനമാകണം. അപ്പോൾ കരുണ നാം ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്നു. അതിന്റെ ഫലമായി സ്തോത്രം നമ്മളിൽ തന്നെ സമാധാനമുണ്ട്. അതുകൊണ്ട് കൂട്ടു സഹോദരന്മാരോട് എങ്ങനെ ചെയ്യണം? സ്നേഹമുള്ളവരായിരിക്കണം. കൊച്ചു കാര്യം, നീ എന്നാ ഇങ്ങനെ നോക്കി ചൂടായി നോക്കി, മനസ്സിലായില്ലേ? ചൂടാകുക. അയ്യോ സ്നേഹിത, ദോഷം കണക്കിടാത്ത ബന്ധമാണ് സ്നേഹം. ഒരു വേള അവൻ കുത്തിച്ചു നോക്കി, അവൻ ഇങ്ങോട്ട് വന്നപ്പം ചാച്ചിക്കാരൻ ഓവർ ചാർജ് ചെയ്തു മാത്രമേ അവൻ ചില വൃത്തികെട്ട് സംസാരിച്ചു. ഇറങ്ങുന്നതിന് മുമ്പ് വണ്ടി വിട്ടുപോകാൻ തുടങ്ങി. മനസ്സിലായില്ലേ? അപ്പോൾ വീഴാൻ പോയി. അവൻ വണ്ടി വേഗം വിട്ടുപോയി. അവനങ്ങനെ വിഷമിച്ച്, അഹങ്കാരി അങ്ങനെ വിഷമിച്ച് അവൻ ഇങ്ങോട്ട് കയറി വന്നപ്പോഴാ നിങ്ങൾ അവൻ്റെ മുഖത്തോട് നോക്കി. അപ്പോൾ ആ ദേഷ്യത്തിൽ നിന്നെ ചിലപ്പം ചെന്ന് കുത്തിച്ചൊന്ന് നോക്കിപ്പോയി. നീ അവനെ മനസ്സിലാക്കണം. ഓരോരുത്തരും ഓരോ സാഹചര്യത്തിൽ ജീവിക്കുന്നവരാ കേട്ടോ. കൊച്ചു കാര്യത്തിന് കൂട്ട സഹോദരനെ കുറ്റം പറഞ്ഞ് പ്ലീസ് സ്നേഹബന്ധത്തിന് വിഘ്നമുണ്ടാക്കാതെ സ്നേഹത്തിൽ അന്യോന്യം പുറത്ത് മുമ്പോട്ട് പോകണം. അത് ആശംസയായി തന്നെ യൂദാ ഇവിടെ നമ്മോട് പറയുകയാണ്. ഞാൻ അതിനെക്കുറിച്ചൊന്നും വിശദീകരിക്കുന്നില്ല. ഇനി വേഗം പോട്ടെ. പ്രിയരേ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യുകയിൽ വിശുദ്ധന്മാർക്ക് ഒരിക്കലോയിട്ട് ഫലമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിപ്പിച്ചെഴുതാൻ ആവശ്യമെന്ന് എനിക്ക് തോന്നി. ഈ ഭാഗം കൊണ്ട് വായിച്ചാൽ വേദപുസ്തകത്തിലെ ദൈവനിശ്വാസ്യതയെ നമുക്ക് സംശയിക്കാൻ സാധ്യതയുണ്ട്. കാര്യം എഴുത്തുകാരൻ പറയാം, ഞാൻ കിടന്ന് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഇന്ന ഒരു വിഷയം നിങ്ങൾക്ക് എഴുതണമെന്ന്. അന്നേരം വേറൊരു വിഷയം മനസ്സിൽ കയറി വന്നു. അപ്പൊ അത് എഴുതണമെന്ന് തോന്നി. അപ്പൊ അതങ്ങ് എഴുതിയേക്കാം. അപ്പൊ ഈ പുസ്തകം ആരുടെ നിയന്ത്രണത്തിൽപ്പെട്ടതാ? അതല്ലേ ചില ചോദിക്കും, എടാ മത്തായി എഴുതിയ സുവിശേഷം എങ്ങനെയാടാ ദൈവത്തിന്റെ വചനമാകുന്നത്? ഇവിടെയാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരുവനെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളത് നമ്മൾ അറിയേണ്ടത്. പരിശുദ്ധാത്മാവ് നമ്മളെ അഭിഷേകം ചെയ്യുകയാണ്, ബാധിക്കുകയല്ല. ദൈവാത്മ നിയോഗം പ്രാപിച്ച് സംസാരിച്ചതാ തിരുവചനം. പരിശുദ്ധാത്മാവ് ഒരിക്കലും ഒരുത്തനെ ഒരു റോബോട്ടായിട്ട് ഒരു യന്ത്ര മനുഷ്യനെ പോലെ ബോധം കെടുത്തിയിട്ട് അവനെ കൊണ്ട് എഴുതിക്കുകയല്ല. മനസ്സിലാകുന്നുണ്ട്? അവന്റെ വ്യക്തിത്വത്തെ ആദരിക്കും. അഭിഷേകം എന്ന് പറയുന്ന അതാ. ബാധിക്കുക എന്ന് പറഞ്ഞാൽ വ്യക്തി സ്വാതന്ത്ര്യത്തിന് പിന്നെ അവിടെ യാതൊരു പ്ലേയുമില്ല, അങ്ങ് കേറുക. പ്രിയപ്പെട്ടവരെ, വ്യക്തി സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന നിലയിലല്ല അഭിഷേകം എന്ന് പറയുന്നത്. അഭിഷേകത്തിൽ നമ്മുടെ ആളത്വം ആദരിക്കപ്പെടുന്നു. സ്തോത്രം. അതുകൊണ്ട് പരിശുദ്ധാത്മാരെയും ബോധമില്ലാത്തവരാക്കുകയില്ല, ബോധം കെടുത്തുകയില്ല, പരിശുദ്ധാത്മാവ് മേക്കിട്ട് കയറുകയില്ല. വ്യക്തി സ്വാതന്ത്ര്യത്തെ ആദരിക്കുന്നു. ആർക്കേലും വിശദീകരണം വേണമെങ്കിൽ ഈ വിഷയം ശരിക്കും നമുക്ക് ചർച്ച ചെയ്യാൻ എനിക്ക് വലിയ സന്തോഷമേ ഉള്ളൂ. സ്തോത്രം. നമുക്ക് പിന്നെ വിശദമായി സംസാരിക്കാൻ നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല. ഇനി വിശുദ്ധ തിരുവെഴുത്ത് ദൈവത്തിന്റെ വചനമാണെന്നും പരിശുദ്ധാത്മ നിവേശിതമായ ഗാഡ് ഇൻസ്പയർഡ് വേർഡ് ആണെന്ന് പറയുമ്പോൾ അത് എഴുതിയ എഴുത്തുകാരൻ യന്ത്രമനുഷ്യനെ പോലെ ഇരുന്ന് കുറിച്ചു എന്നല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. യാതൊരാത്മിക ശുശ്രൂഷയും പരിശുദ്ധാത്മാവ് വ്യക്തിത്വത്തെ ഹനിച്ചിട്ട് ഇവനെ കൊണ്ട് ബലാത്കാരേണ ചെയ്യിക്കുന്നതല്ല. ആത്മിക ശുശ്രൂഷ ചെയ്യുന്ന ശുശ്രൂഷകൻ എന്താ ചെയ്യുന്നതെന്ന് അവന് നല്ല ബോധമുണ്ട്. ദേഷ്യം വരല്ല. ഇച്ചിരി അടുത്ത് വന്നൊരു കാര്യം പറഞ്ഞോട്ടെ. 17 വയസ്സുള്ള ഒരു പെങ്കൊച്ച് 70 വയസ്സുള്ള ഒരു അമ്മച്ചിയെ മകളെ എന്ന് വിളിച്ച് പ്രവചിക്കുമ്പോൾ അതിനകത്ത് എന്തോ തകരാറുണ്ട്. 12 വയസ്സുള്ള ഒരു കുഞ്ഞ് 80 വയസ്സുള്ള അപ്പച്ചനെ മകനേ എന്ന് വിളിച്ച് പ്രവചിക്കുമ്പോൾ
ബിബ്ലിക്കൽ. ദാറ്റ്സ് നോട്ട് ബിബ്ലിക്കൽ. ഞാൻ ഒരിക്കലും ഒരു കുഞ്ഞിനോട് ചോദിച്ചു, മോനെ ഇങ്ങോട്ട് വന്നത്, നീ എന്നതാ ഞങ്ങളെ പരിശുദ്ധാത്മാവെന്നെ, നല്ല കാര്യം മോനെ, കർത്താവ് നീ ഉപയോഗിക്കുന്നു, സന്തോഷം. പക്ഷെ നീ എന്തോ ചെയ്യില്ലെന്ന് അറിയാമായിരുന്നല്ലോ. അറിയാമായിരുന്നു. നീ ആ അപ്പച്ചനോടല്ലേ സംസാദേ, അപ്പച്ചനോട് നീ എന്തോ പറഞ്ഞത്, എന്റെ അപ്പച്ചനെ വിളിച്ചത്? അപ്പൊ അവനൊരു ചെറിയ പരുങ്ങൽ. എന്നാ ഞാൻ പറയാം, മോനെ എന്നാ വിളിച്ചത്. അപ്പച്ചനെ എന്തോ വിളിച്ചത്? മോനെ. ഞാൻ ചോദിച്ചു, മോന് ബോധമില്ലായിരുന്നു അന്നേരം? അയ്യോ, പിന്നെ ഉണ്ടായിരുന്നു. പിന്നെ പരിശുദ്ധ നാക്ക് പിടിച്ച് മോനെ എന്ന് പറയാൻ ഇങ്ങനെ വളക്കിയായിരുന്നോ? അല്ലായിരുന്നു. പിന്നെ പിന്നെ നീ എന്നെ അങ്ങനെ കാണിച്ചേ? പാവം കുഞ്ഞ് അവൻ പറഞ്ഞത്, ഞങ്ങളെ എല്ലാരും അങ്ങനാ, ഞാനും എൻ്റെ മോനെ അങ്ങനെ ചെയ്യണ്ട. എല്ലാരും ചെയ്യുന്നു, നീ ചെയ്യണ്ട. എല്ലാരും എൻ്റെ കൂടെ ഉണ്ടോ? ഇങ്ങനൊക്കെ പരിപാടി നടക്കുമ്പം ഓരോരുത്തരും തനിക്ക് ബോധിച്ച പോലെ പോവുക. ചിലർ പറയുന്നു, എന്നെ നാക്ക് ഇങ്ങനെ അങ്ങനെ അങ്ങ് കൊണ്ടുപോയി എന്ന്, അങ്ങനെ പറയാൻ കൊണ്ടുപോയി. ആരാണ്ട് പറയുന്നു, മറുഭാഷ പറയുമ്പം, അന്യഭാഷ പറയുമ്പോൾ അവന്റെ അഡ്രസ്സാ ഞാൻ പറഞ്ഞത്. കുറച്ച് ചില കേസുകളിൽ പിടിച്ചിട്ടുണ്ട്, അഡ്രസ്സ് കൊടുത്തയച്ച എഴുത്തിൽ നിന്ന് ഫോൺ നമ്പറും ഇത് കണ്ടുപിടിച്ചയച്ച് പറഞ്ഞെന്നു. പരിശുദ്ധമ അങ്ങനെയൊന്നും ചെയ്യല. അന്യഭാഷ പറയുമ്പം, മനസ്സിലാവുന്നുണ്ടോ? അന്യഭാഷ പറയുമ്പം പറയുന്നവന്റെ പേരും അഡ്രസ്സുമാണ് ഞാൻ അന്യഭാഷയായിട്ട് പറഞ്ഞതെന്ന്. പരിശുദ്ധാത്മ അങ്ങനൊന്നും ചെയ്യില്ല. വേദപുസ്തകത്തിലില്ല അത്. പരിശുദ്ധാത്മാ പുസ്തകത്തിന് പുറത്ത് പോവുകയുമില്ല. സമയം കുറവാണ്. വേഗം പറയുമ്പോൾ അവ്യക്തത ഉണ്ടായെങ്കിൽ വ്യക്തിപരമായി ചോദിക്കണം. നമ്മുടെ വ്യക്തിത്വത്തെ പരിശുദ്ധാത്മാവ് ആദരിക്കുന്നു. ഈ നാട്ടുകാരുടെ പുസ്തകം പോലല്ല വേദപുസ്തകം. ഈ നാട്ടുകാരുടെ പുസ്തകം ബോധം കെടുത്തിയിട്ട് എഴുതിയതാ. നൊരഞ്ഞു പറഞ്ഞു വന്ന് ബാധ കയറി കിടന്നു. ആ ബാധ വിട്ടു പോകുമ്പോൾ ഭയങ്കര തലവേദന. ഹെന്ന എന്ന മെഡിസിനൽ സൊല്യൂഷൻ കൊണ്ട് തല കഴുകി സുബോധത്തിൽ വരുമ്പോൾ അന്നേരം ഈ ബാധ കയറിയപ്പം ഓർമ്മയിൽ കേട്ടത് മുഴുവൻ ഓർക്കും, പറഞ്ഞു കൊടുക്കും, എഴുതിക്കും. അങ്ങനെ എഴുതിയതാ ഈ നാട്ടുകാരുടെ പുസ്തകം. പക്ഷെ വേദപുസ്തകം അങ്ങനെ എഴുതിയത് അല്ല. ശുശ്രൂഷകന് ശുശ്രൂഷയിൽ ഒരു പങ്കുണ്ട്. വ്യക്തമായി വിശ്വസിക്കട്ടെ. അതുകൊണ്ടാണ് വിശുദ്ധ തിരുവെഴുത്തിൽ ഒരു മാനുഷിക ഘടകം ദൈവം അനുവദിച്ചിട്ടുണ്ട്. ഒന്നുകൂടെ പറയാം, വിശുദ്ധ തിരുവെഴുത്തിൽ ഒരു മാനുഷിക ഘടകം ദൈവം അനുവദിച്ചിട്ടുണ്ട്. അതിന് പറയുന്നത് പാത്രച്ചുവ എന്നാണ്. വേദപുസ്തകത്തിൽ തിയോളജിയിൽ പറയുന്നത് പാത്രച്ചുവ എന്ന് പറഞ്ഞാൽ എന്താ പറയാം? ഒരു ഉറവിൽ നിന്ന് വെള്ളം ഒരു മൺകുടത്തിലെടുത്തു, ഒരു ചെമ്പുകുടത്തിലെടുത്തു. ഒരു ഉറവിൽ നിന്ന് മൺകുടത്തിലും ചെമ്പുകുടത്തിലും വെള്ളം എടുത്ത് കുറെ നേരം വെച്ചിരുന്നു. രണ്ട് പാത്രത്തിൽ നിന്നും ലേശം എടുത്ത് കുടിച്ചപ്പോൾ, കുറെ നേരം കഴിഞ്ഞ് ലേശം എടുത്ത് കുടിച്ചപ്പോൾ മൺകുടത്തിൽ എടുത്ത വെള്ളത്തിന് ഒരു രുചി, ചെമ്പുകുടത്തിൽ എടുത്ത വെള്ളത്തിന് വേറൊരു രുചി. വെള്ളം കെമിക്കലായിട്ട് പരിശോധിച്ചാൽ ഒരു കുഴപ്പവും ഇല്ല, സെയിം ഒരുപോലെയാ, ഒരു കണ്ടാമിനേഷനും ഇല്ല. പക്ഷെ ആ ഫ്ലേവറിൽ ഒരു ശകലം വ്യത്യാസം. ഫ്ലേവറിൽ മനസ്സിലാവുന്നുണ്ടേ? ആ ഫ്ലേവറിൽ ഒരു ചെറിയ വ്യത്യാസം. ഇതാണ് പാത്രച്ചുവ. തേനാണെങ്കിലും തേൻ കൃഷി ചെയ്യുന്നവരുണ്ട്. കാപ്പിത്തോട്ടത്തിലിരിക്കുന്ന തേനീച്ചപ്പെട്ടിയിലെ തേനും മാന്തോട്ടത്തിലിരിക്കുന്ന തേനീച്ചപ്പെട്ടിയിലെ തേനും എടുക്കുക. ഇത് രണ്ടും അല്പാൽപ്പം രുചിച്ചു നോക്കുക. കാപ്പിത്തോട്ടത്തിലിരിക്കുന്ന തേനീച്ചപ്പെട്ടിയിലെ തേൻ ഒരു ശകലം ഒരു വ്യത്യാസം ഇല്ലേ? ഫ്ലേവറിൽ വ്യത്യാസമുണ്ട്. മാന്തോട്ടത്തിലിരിക്കുന്ന തേനും കാപ്പിത്തോട്ടത്തിൽ നിന്ന് കളക്ട് ചെയ്ത തേനും തമ്മിൽ ലേശം വ്യത്യാസം. ലാബറട്ടറിയിൽ കെമിക്കൽ പരിശോധനയ്ക്ക് വിധേയപ്പെടുത്തിയാൽ ഒരു വ്യത്യാസവും ഇല്ല. ചൊവ ഒരു ശകലം, ഫ്ലേവറിൽ വരുന്ന ഒരു മാറ്റം. ഇതാണ് പാത്രച്ചുവ. ഇത് തിരുവചനത്തിൽ പരിശുദ്ധാത്മാവ് അനുവദിച്ചിട്ടുണ്ട്. ശുശ്രൂഷകൻ യന്ത്രമനുഷ്യനാകുകയല്ല, ശുശ്രൂഷകന്റെ കഴിവുകളെ ആദരിച്ച് ദൈവം ഉപയോഗിക്കുകയാണ്. മനസ്സിലാകുമെന്ന് വിശ്വസിക്കട്ടെ. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഒരു ചെറിയ കാര്യം കൂട്ടത്തിൽ ചേർത്ത് പറയാം. 3 കാര്യങ്ങൾ ദൈവ മനുഷ്യ സംയുക്തങ്ങളായിട്ടുണ്ട്. God man combinations. There are 3 things which are God man combinations. 1, യേശു ക്രിസ്തു പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമാണ്. ഗോഡ് മാൻ കോമ്പിനേഷൻ.
പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമാണ്. വിശുദ്ധ തിരുവെഴുത്ത്, സ്തോത്രം, ഇത് മനുഷ്യരാൽ, മനുഷ്യരിലൂടെ, മനുഷ്യന്റെ ഭാഷയിൽ മനുഷ്യനോട് ദൈവം സംസാരിച്ചതാണ്. സ്തോത്രം. ഒരു മാനുഷിക ഘടകം ഇതിൽ അനുവദിച്ചിട്ടുണ്ട്. 3, സഭ. ദൈവമായ ക്രിസ്തു ശിരസും മനുഷ്യരാകുന്ന നമ്മൾ ശരീരവും. സ്തോത്രം. അപ്പോൾ ദൈവസഭയും ഗോഡ് മാൻ കോമ്പിനേഷനാണ്. ഗോഡ് മാൻ കോമ്പിനേഷൻ. സ്തോത്രം. അപ്പോൾ ശുശ്രൂഷകളെ കുറിച്ചുള്ള നമ്മളുടെ ധാരണ തെറ്റരുത്. വ്യക്തിത്വത്തെ ദൈവം ആദരിക്കുന്നു. നിങ്ങൾ ശുശ്രൂഷയിൽ ഉത്സാഹിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതാ യൂദാ പറയുന്നു, ഞാൻ ഉത്സാഹം കഴിച്ചു. ഞാൻ വേല ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ദൈവം എന്റെ പെടലിക്ക് പിടിച്ചു കൊണ്ടുപോയി വാ പൊളിപ്പിച്ച് ചെയ്തോട്ടെ എന്നല്ല. അങ്ങനല്ല. നിനക്ക് നിർബന്ധം നിന്റെ മേൽ കിടക്കുന്നു, നീ ഉത്സാഹിക്കണം. എന്റെ കൂടെ ഉണ്ടോ എല്ലാവരും? നമ്മൾ ഉത്സാഹിക്കണം. കർത്താവിന്റെ വേലയിൽ ഉത്സാഹിക്കണം. 2, അങ്ങനെ ഉത്സാഹിച്ച് ആത്മാർത്ഥം ഇറങ്ങുമ്പോൾ നീ താല്പര്യപ്പെടുന്നതല്ല, ദൈവം താല്പര്യപ്പെടുന്നത് എന്തോ ആ വഴിയെ കൊണ്ടുകൊള്ളും. സ്തോത്രം. പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് എഴുതാൻ താൻ ഉത്സാഹിച്ചു, പക്ഷേ അതല്ല ആവശ്യം. പിന്നെ ഏതാവശ്യം? ഒരിക്കലായിട്ട് വരവേൽപ്പിച്ച അതിവിശുദ്ധ വിശ്വാസത്തിനായി പോരാടേണ്ടതിന് ഓർപ്പിക്കുവാൻ ആവശ്യം അങ്ങോട്ട് ഗൈഡ് ചെയ്തു. സ്തോത്രം. നീ ആത്മാർത്ഥമായി കർത്താവിന്റെ പേരിൽ ഉത്സാഹിച്ചാൽ, നിന്റെ മുമ്പിൽ തൊട്ട് കാണുന്ന ചുവടിന് നീ ഉത്സാഹിക്കുന്നെങ്കിൽ, സ്തോത്രം, അതല്ല നീ എടുക്കാൻ ദൈവം ആഗ്രഹിക്കുന്നെങ്കിൽ ആ വഴിയെ ദൈവം നയിച്ചോളും. സ്തോത്രം. ആ കാര്യം ഈ ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാം. എന്താ ഈ ഒരിക്കലായിട്ട് വരമേൽപ്പിച്ച വിശ്വാസത്തിന് വേണ്ടി പോരാടുക എന്നൊക്കെ പറഞ്ഞാൽ, അവിടെ വിശ്വാസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന വിശ്വാസ പ്രമാണമാണ്. വിശ്വാസം എന്ന് പറഞ്ഞാൽ വിശ്വാസ പ്രമാണം. ഗലാത്യ ലേഖനം 1:23 അതുപോലെ എബ്രായ ലേഖനം 3:14 ഈ ഭാഗങ്ങളൊക്കെ വായിച്ചാൽ വിശ്വാസം എന്നുള്ളത് കൊണ്ട് വിശ്വാസ പ്രമാണമാണ് അർത്ഥമാക്കുന്നതെന്ന് മനസ്സിലാകും. വിശ്വാസ പ്രമാണമാണ്. അപ്പോൾ ഒരിക്കലായിട്ട് വരമേൽപ്പിച്ച വിശ്വാസ പ്രമാണം വേദപുസ്തകത്തിൽ പുതിയ നിയമത്തിൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ വേദപുസ്തകം പൂർണ്ണമാണെന്നും ഇതിനോട് ഇനി ഒന്നും കൂടാനില്ലെന്നും അർത്ഥം. സ്തോത്രം. എബ്രായ ലേഖനം 1:1 വായിക്കുമ്പോൾ ദൈവം പണ്ട് ഭാഗമായും വിവിധമായും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം അരുളി ചെയ്തിരിക്കുന്നു. അവരെ പഴയ നിയമം കൊടുത്ത എങ്ങനെ? ഭാഗമായി വിവിധമായി. എന്നാൽ പുതിയ നിയമം തന്നിരിക്കുന്ന പുത്രൻ വന്ന് മുഴുവൻ ഇങ്ങ് തന്നേക്കുക. പുത്രൻ തന്നതിന് മേളി പറയാൻ ആരാ ഉള്ളത്? പക്ഷേ ഇന്ന് നമ്മുടെ ഇടയിൽ വേദപുസ്തകം പൂർണ്ണമല്ലെന്നും ജീവവൃക്ഷത്തെങ്കിലെ ഏറ്റവും പുതിയ കനിയാണ് ഇതെന്നും പറഞ്ഞ് 12 വിധ കനിയുണ്ട്, ഏറ്റവും പുതിയ കനിയായതെന്നും പറഞ്ഞ് പുതിയ പരിപാടികൾ പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷ എന്ന നിലയിൽ സഭയിൽ അവതരിപ്പിക്കുന്നതിനെതിരെ ജാഗ്രത പാലിച്ചു കൊള്ളണം. സ്തോത്രം. വിശ്വസിക്കട്ടെ. ദൈവവചനത്തിലുണ്ടോ നോക്കണം. വചനത്തിന് പുറത്തൊരിക്കലും പോകും. അപ്പോൾ ഭാഗമായും വിവിധമായുമാണ് പഴയ നിയമത്തിൽ കൊടുത്തിരുന്നത്. പുതിയ നിയമത്തിൽ പുത്രൻ മുഖാന്തരം മുഴുവനും തന്നിരിക്കുക. 147 സങ്കീർത്തനത്തിൽ ഇതിനൊരു സാദൃശ്യം നമുക്ക് കാണാം. നോക്കണേ, അതിന്റെ 15 വാക്യം മുതൽ വായിക്കുമ്പോൾ അവൻ തന്റെ ആജ്ഞ ഭൂമിയിലേക്ക് അയക്കുന്നു, അവന്റെ വചനം അതിവേഗം ഓടുന്നു, അവൻ പഞ്ഞി പോലെ മഞ്ഞു പെയ്യിക്കുന്നു, ചാരം പോലെ നീഹാരം വിതറുന്നു, അവൻ നീർക്കട്ട കഷ്ണമായി എറിയുന്നു, അവന്റെ കുളിർ സഹിച്ചു നിൽക്കുന്നവനാ, അവൻ തന്റെ വചനം അയച്ച് അവയെ ഉരുക്കുന്നു, കാറ്റ് അടിപ്പിച്ചു വെള്ളത്തെ ഒഴുക്കുന്നു. ഇവിടെ ഈ ഭാഗമായി പഴയ നിയമ പ്രമാണങ്ങൾ കൊടുത്തതും പുത്രൻ മുഖാന്തരം അത് പൂർണ്ണമായി നിവർത്തിക്കപ്പെട്ടതുമായ സത്യം വ്യംഗ്യ ഭാഷയിൽ പറഞ്ഞിരിക്കുകയാണ്. നമ്മൾ ഈ ഭാഗം കൊണ്ട് വായിച്ചാൽ ദൈവം മനുഷ്യനോട്, ദൈവം ഹിമാലയത്തിന് മുകളിലോട്ട് കയറി നിന്നുകൊണ്ട് ആദ്യം പഞ്ഞു പോലെ മഞ്ഞ് പെയ്യിച്ചു, തേങ്ങാപ്പീര തുരുവി വാരി വെതറുന്ന പോലെ ഇങ്ങനെ മഞ്ഞ് വീഴുന്നു. എന്നിട്ട് ദൈവം ചോദിക്കും, മനുഷ്യ ഈ കുളിര് സഹിക്കാവോന്ന് നോക്കിക്കും. മനുഷ്യൻ വ്യായാമം ചെയ്തു, ഇതൊക്കെ ഞാൻ സഹിച്ചോളാം. ഇച്ചിരി കഴിഞ്ഞപ്പോ അതിന്റെ കട്ടി ഒന്ന് കൂടി, ചാരം പോലെ നീഹാരം വെതറാൻ തുടങ്ങി. എന്ന് പറഞ്ഞാൽ കട്ടിച്ചുള്ള കൂടി, വ്യായാമം ചെയ്തു, ഇത് ഞാൻ സഹിച്ചോളാം പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോ നീർക്കട്ട കഷ്ണം, മഞ്ഞ് കട്ടി കഷ്ണമായിട്ട് കഴിഞ്ഞു. ഇത് ചുറ്റും വന്നങ്ങ് മൂടി.
മൂടിയപ്പോ എന്റെ നടുക്ക് വ്യായാമം ചെയ്ത് ഈ കുളിര്, ഈ മഞ്ഞൊന്നുരുക്കാൻ മനുഷ്യൻ പാടുപെടുക. പക്ഷേ ഈ മഞ്ഞുരുക്കാൻ കഴിയാതെ വിറങ്ങലിച്ച് മരവിച്ച് നടുക്ക് നിൽക്കുക. ഇതാണ് ഭാഗമായി വിവിധമായി ന്യായപ്രമാണം തന്നു. സ്തോത്രം. ആദ്യം പഞ്ഞു പോലെയുള്ള മഞ്ഞ് ഒരു ഭാഗം തന്നു. ഞാൻ ഇതൊക്കെ ഏതാണ്ട് ചെയ്തോളാം എന്ന് പറഞ്ഞ് മനുഷ്യൻ ഇച്ചിരി അഭ്യാസം കാണിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഇച്ചിരി കഴിഞ്ഞപ്പോ ചാരം പോലെ ഇച്ചിരി കട്ടിയുള്ള ഉപദേശങ്ങൾ കൊണ്ട് കൊടുക്കാൻ അതും അതിനു മുമ്പ് ഒടുവിൽ നോക്കണേ, പ്രമാണങ്ങൾ ഭാഗമായി കൊണ്ട് വന്നപ്പോൾ അത് നിവർത്തിക്കാൻ കഴിയാതെ മനുഷ്യൻ വിറങ്ങലിച്ച് നിൽക്കുമ്പോൾ അടുത്ത ഭാഗം വലിയ സന്തോഷമുണ്ട്. അവൻ തന്റെ വചനമയച്ച് ഇവയെ ഒരുക്കി. മനുഷ്യന് ഈ ന്യായപ്രമാണത്തിന്റെ വ്യവസ്ഥകൾ നിവർത്തിക്കാൻ കഴിയാതിരുന്നപ്പോൾ വചനം ജഡമായി യേശു വന്നിട്ട് എന്തോ ചെയ്തു? ഈ മഞ്ഞെല്ലാം അങ്ങ് ഉരുക്കി. ഞാൻ ന്യായപ്രമാണത്തെ പ്രവാചകന്മാരെ നീക്കേണ്ടതൊന്നൊരു നീക്കുവാനല്ല, നിവർത്തിപ്പാൻ വന്നെന്ന് പറഞ്ഞുകൊണ്ട് വന്നത് നിവർത്തിച്ചു. ഇത് ഉരുക്കി. എന്നിട്ട് പരിശുദ്ധാത്മാവാകുന്ന കാറ്റടിച്ച് വെള്ളം ഇങ്ങനെ ജീവജല നദിയായി ഒഴുകിക്കൊണ്ടിരിക്കുക. സ്തോത്രം. മനസ്സിലായില്ലേ? ഇനി ആരും സ്തോത്രം ഇത് തിരിച്ച് ഐസ് പ്ലാന്റിനകത്തോട്ട് കയറ്റി പിന്നെ മഞ്ഞാക്കി മനുഷ്യനെ തോളെ വെക്കരുത്. എന്റെ കൂടെ ഉണ്ടല്ലോ. ഭാഗമായി തന്നത് ഒരിക്കലായിട്ട് പുത്രൻ മുഖാന്തരം തന്ന് അത് നിവർത്തിച്ചിരിക്കുക. സ്തോത്രം. ഇനി ഐസ് പ്ലാന്റിനകത്തോട് കയറ്റുമ്പോൾ അതിനെതിരെ പോരാടിക്കണമെന്നാ പറയുന്നത്. മനസ്സിലായെന്ന് വിശ്വസിക്കട്ടെ. സ്തോത്രം. കണ്ടോ? ഒരിക്കലായിട്ട് ഭരമേൽപ്പിച്ച വിശ്വാസത്തിന് 20-ാം വാക്യം വായിക്കുമ്പോൾ അതിവിശുദ്ധ വിശ്വാസം എന്നാ പറയുന്നത്. അതിവിശുദ്ധ വിശ്വാസം, സംതിങ് വിച്ച് കനോട്ട് ബി ടാമ്പേർഡ് വിത്ത്. ചുമ്മാ നിസ്സാരമായി കൈകാര്യം ചെയ്യപ്പെടാവുന്നതല്ല ഇത്. ദൈവവചനം മുമ്പ് ഞാൻ പറഞ്ഞില്ലേ, വാളെടുക്കുന്നതെല്ലാം വെളിച്ചപ്പാടുന്ന പോലെ തോന്നിയ പോലെ വ്യാഖ്യാനിക്കാനുള്ളതല്ല. പരിശുദ്ധാത്മാവ് നൽകുന്ന സ്തോത്രം പ്രകാശത്തിൽ ദൈവവചനത്തെ വ്യാഖ്യാനിക്കണം. വചനം കൊണ്ട് വ്യാഖ്യാനിക്കണം. അവന് ഓരോരുത്തർക്കും ഉണ്ടായ ഏതെങ്കിലും ഓരോ അനുഭവങ്ങൾക്ക് വക്കാലത്ത് പിടിക്കാൻ ദൈവവചനത്തെ വളയ്ക്കരുത്. കണ്ടോ? അതിനുവേണ്ടി പോരാടിക്കൊള്ളണം. അത് അതിവിശുദ്ധമാണ്. ഒരിക്കലായിട്ട് പരമേൽപ്പിച്ചു. ഇനി ഇതിന്റെ കൂടെ കൂട്ടാനൊന്നും ഇല്ല. ഈ വെസ്റ്റ് ബംഗാളിൽ വിശ്വാസം എന്ന് പറയുന്നൊരു പാസ്റ്റർ ഉണ്ടായിരുന്നു. അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉപവാസം ഇരിക്കും. ആണ്ടിൽ 40 ദിവസം 80 ദിവസം ഉപവാസം ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഓരോ ദർശനങ്ങളും വെളിപ്പാടുകളും കിട്ടുന്ന വെളിപ്പാടുകൾ അദ്ദേഹം പറഞ്ഞു കൊടുക്കും. അത് അനുയായികൾ കുറിച്ചു വെക്കും. അത് വേദപുസ്തകത്തിന്റെ കൂടെ ചേർത്തോണം. പുസ്തകം പോലെ ദൈവം ഇന്ന് കൊടുത്തിരിക്കുന്ന വെളിപ്പാടാണെന്ന് അവർ വിശ്വസിക്കുന്നു. മനസ്സിലായില്ലേ? അങ്ങനെ ആരും ചിന്തിക്കരുത്. പുതിയ വെളിപ്പാട്, പുസ്തകത്തിന് പുറത്തൊരു വെളിപ്പാടും ഇല്ല. ഒരിക്കലായിട്ട് പരമേൽപ്പിച്ച അതിവിശുദ്ധ വിശ്വാസം. സ്തോത്രം. ഇനി അതിനുവേണ്ടി പോരാടണം. ഈ ക്രിസ്തീയ പോരാട്ടം എന്നൊക്കെ പറഞ്ഞ എന്നതാ? ക്രിസ്തീയ പോരാട്ടം എന്ന് പറയുന്നത്, നിങ്ങൾ വിചാരിക്കരുത് അതിലേ പോയി അവിടെ കുരിയാലയുടെ അവിടെ പിശാചിരിക്കുന്നു, കടാപിശാച കഴിവുണ്ടേ വാടാന്ന് പറഞ്ഞ് അവിടെ മസിൽ പിടിക്കാൻ. അതല്ല പോരാട്ടം. എന്താ? പ്രമാണത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ്. സ്തോത്രം. കൊലോസ്യലേഖനം 4-ാം അധ്യായം 12-ാം വാക്യത്തിൽ ദൈവഹിതം സംബന്ധിച്ചൊക്കെ പൂർണ്ണ നിശ്ചയമുള്ളവരായിരിക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടി പോരാടുന്നു. പോരാടാൻ ആവശ്യം വരുന്നത് എപ്പോഴാ? എതിർക്കാൻ ആവശ്യം വരുന്നത് എപ്പോഴാ? മാറ്റാൻ ആള് വരുമ്പോൾ, എതിർക്കാൻ ശക്തി വരുമ്പോഴേ പോരാടേണ്ടതുള്ളൂ. ഒരിക്കലായിട്ട് പരമേൽപ്പിച്ച അതിവിശുദ്ധ വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടത്. ആ വിശ്വാസത്തെ മാറ്റിക്കളയാൻ സ്തോത്രം വിലോമ ശക്തികൾ തലയെടുക്കുന്നത് കൊണ്ടാണ്. അത് ഈ കാലത്ത് ഏറ്റവും അധികമുണ്ട്. വിലോമ ശക്തികൾ. പ്രിയപ്പെട്ടവരെ, ഈ ആത്മീക ശുശ്രൂഷകളെ പോലും ഭൗമിക കാര്യസാധ്യത്തിനുള്ള ഉപാധിയാക്കി ദുരുപയോഗിക്കുന്ന ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ആത്മീയ ശുശ്രൂഷ എന്തിനാ ഇപ്പൊ ഉപയോഗിക്കുന്നത്? ഭൗമിക കാര്യം സാധിക്കാനുള്ള ഉപാധിയായി. അങ്ങനെ പോലും ചെയ്യരുത്. വിശ്വാസത്തിന് വേണ്ടി നിന്നുകൊള്ളണം. സ്തോത്രം. അതെ, ഞാൻ അവിടെ അധികം വിശദീകരിക്കുന്നില്ല, മുമ്പോട്ട് പോകുന്നു. നമ്മുടെ ദൈവത്തിന്റെ കൃപയെ ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്കി ഏകനാഥനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിനെ നിഷേധിക്കുന്ന അഭക്തരായ ചില മനുഷ്യർ നുഴഞ്ഞു വന്നിരിക്കുന്നു. ഇതുകൊണ്ടാണ് സ്തോത്രം. ഇതുകൊണ്ടാണ് പോരാട്ടം വേണ്ടത്. ഒരു കൂട്ടമുണ്ട് നുഴഞ്ഞു കയറി
The enemy has entered the camp. മനസ്സിലാകുന്നുണ്ട്? കഴിഞ്ഞ ദിവസം പത്രത്തിൽ കണ്ടു, ബ്രിട്ടനിൽ അവരുടെ എയർപോർട്ടിലെ റെക്കോർഡ്സ് എല്ലാം പരിശോധിച്ച് നോക്കിയപ്പോൾ 2 ലക്ഷത്തിൽ ചില്ലുവാനും പേര് കേറിയിട്ടുണ്ട്, പോയിട്ടില്ല. എവിടാന്നറിയാൻ മേല. വായിച്ചില്ലേ പത്രത്തിൽ? More than 2 lakhs have entered the country. See, there is entry, but there is no exit. ശത്രുക്കൾ, രാജ്യത്തിന്റെ സുരക്ഷിതത്വത്തെ തകർക്കാനുള്ള ശത്രുക്കൾ നുഴഞ്ഞു കയറിയിട്ടുണ്ട്. അതുകൊണ്ട് ജാഗ്രത. മനസ്സിലായില്ലേ? മുന്നറിയിപ്പ്, സൂക്ഷിച്ചുകൊള്ളുക. Infiltrators have entered the camp. So, beware. Warning. ഇതാണ് യൂദായുടെ ലേഖനത്തിന്റെ വിഷയം. നുഴഞ്ഞു കയറി തെൽത്തിലി, ആരും അറിയാതെ അകത്ത് കടന്നു. ആരും അറിയാതെ അകത്ത് കടന്നവർ. സ്തോത്രം. കേൾക്കണേ എന്ന് പറഞ്ഞാൽ സഭയ്ക്കകത്തു പോലും രക്ഷിക്കപ്പെട്ട് വീണ്ടും ജന്മം പ്രാപിച്ചവരെ മാത്രമേ നമ്മൾ ഉൾപ്പെടുത്താൻ പാടുള്ളൂ. മറക്കല്ലേ? സ്തോത്രം. വീണ്ടും ജനനം പ്രാപിക്കണം. വെറുതെ കാര്യസാധ്യത്തിനുള്ള ഉപാധിയായി ആത്മീക ശുശ്രൂഷകളെ കാണുന്നവർ, അങ്ങനെയുള്ളവരെ വളരെ സൂക്ഷിച്ചോളണം എന്ന് പറഞ്ഞാൽ, സ്തോത്രം, നമ്മൾ സുവിശേഷം പോലും അങ്ങനെ ആക്കി കളഞ്ഞു. നമ്മുടെ സുവിശേഷം എന്താ? നമ്മുടെ സുവിശേഷം ക്രൂശിക്കപ്പെട്ട ക്രിസ്തു അല്ല, അത്ഭുതം ചെയ്ത മശിഹായ. അല്ലേ? അതുകൊണ്ട് തന്നെയാണ് നുഴഞ്ഞു കയറിയ ആളുകൾ വരുന്നത്. കാരണം നമ്മൾ പറയുന്നത് കർത്താവിനെ പറ്റിയ ഏത് കാര്യവും സാധിക്കാം. എന്റെ പൊന്നു സഹോദരങ്ങളെ, വേദപുസ്തകം അങ്ങനെ പറയുന്നില്ല. 1-ാം നൂറ്റാണ്ടിൽ സുവിശേഷം പറഞ്ഞപ്പോൾ മരിക്കാനായി ഏൽപ്പിക്കപ്പെടുകയായിരുന്നു ആളുകൾ. എന്ന് പറഞ്ഞാൽ അന്ന് ക്രിസ്തീയ വിശ്വാസം, ക്രിസ്തീയ മതം എന്ന് വേണമെങ്കിൽ പറയാമെങ്കിൽ അത് നിരോധിക്കപ്പെട്ട ഒരു സമൂഹമായിരുന്നു. റോമ സാമ്രാജ്യത്തിൽ നിരോധിക്കപ്പെട്ട സമൂഹമായിരുന്നു ക്രിസ്തീയ വിശ്വാസം. റോമ സർക്കാർ യഹൂദ മതത്തിന് അംഗീകാരം കൊടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ ക്രിസ്തീയ വിശ്വാസത്തെ നിരോധിച്ചിരുന്നു. അപ്പോൾ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് ഒരാൾ വരിക എന്ന് പറഞ്ഞാൽ നിരോധിക്കപ്പെട്ട ഒരു സംഘത്തിൽ അംഗമാകുക എന്നാണ് അതിന്റെ അർത്ഥം. മനസ്സിലായില്ലേ? നിങ്ങൾ ഓർത്തു നോക്കി, ഇവിടെ പോലീസ് ഒരു നാട്ടിലെ റുട്ടീൻ ചെക്കപ്പ് രാത്രി ഇങ്ങനെ ചെക്കപ്പ് ചെയ്തുകൊണ്ടിരുന്നപ്പം എന്റെ ചെറുപ്പക്കാരെ ബൈക്കേ വന്നു പിടിച്ചു. റെക്കോർഡെല്ലാം പരിശോധിച്ചപ്പോൾ എവറിത്തിങ് ഈസ് ഓക്കെ. എന്നിട്ട് മദ്യപിച്ചിട്ടുണ്ടോ നോക്കി, അതും കുഴപ്പമില്ല. അവര് ശരി, റെക്കോർഡെല്ലാം കറക്റ്റാ. അവര് പോകാൻ തുടങ്ങിയപ്പോൾ ഒരുത്തരം സമയം ഒന്നുകൂടെ പരിശോധിച്ചപ്പം അവരുടെ കോട്ടിന്റെ ഉൾ പോക്കറ്റുകളിൽ നിന്ന് അൽക്കുവായ്ദയുടെ മെമ്പർഷിപ്പ് കാർഡ് കിട്ടി. സങ്കല്പിക്കാം, വെറും സങ്കല്പം. അവരെ വിടുവോ? എന്താ അവരെ വിടാത്തത്? നിരോധിക്കപ്പെട്ട സമൂഹത്തിൽ ഇവര് അംഗങ്ങളാണ്. നിരോധിക്കപ്പെട്ട സമൂഹത്തിൽ അംഗങ്ങളാണ്. അതുകൊണ്ട് അവർ കുറ്റവാളികളാണ്. ആ സംഘത്തിലേക്ക് ചേരാൻ വിളിച്ചാൽ, മനസ്സിലായോ, ആര് പോവും? പക്ഷെ 1-ാം നൂറ്റാണ്ടിൽ അങ്ങനെ പോയി. വ്യക്തമായ ഞാൻ പറഞ്ഞു. യേശു ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി അംഗീകരിക്കുകയായിരുന്നു ആളുകൾ. ഇന്ന് വരുന്നതോ? ഇന്ന് നമ്മളെന്തോ പറയുന്നത്? നേട്ടങ്ങൾ ഉണ്ടാകാൻ ദൈവത്തെ പിൻപറ്റുക, സുവിശേഷം കുറയ്ക്കരുത്, ഒരിക്കലായി പരമേൽപ്പിച്ച അതിവിശുദ്ധ വിശ്വാസ പ്രമാണത്തെ വെള്ളം ചേർക്കരുത്. സ്തോത്രം. നുഴഞ്ഞു കയറാൻ പഴുതാക്കരുത്. സ്തോത്രം. ഒത്തിരി പേർ സഭയ്ക്കുള്ളിൽ നുഴഞ്ഞു കടന്നിരിക്കുന്നു. അതുകൊണ്ട് യാക്കോബ് അപ്പോസ്തലൻ മുന്നറിയിപ്പ് കൊടുക്കുകയാണ്, ജാഗ്രത, പോരാടുക ദൈവമക്കളെ. സ്തോത്രം. പോരാടുക. നമുക്കറിയാമല്ലോ, സ്വിറ്റ്സർലൻഡിൽ there is no standing army, പെർമനന്റ് ആർമി ഇല്ല. എന്നാൽ എല്ലാ സിറ്റിസൺസിനും, എല്ലാ പൗരന്മാർക്കും മിലിറ്ററി ട്രെയിനിങ് ഉണ്ട്. എപ്പം വിളിച്ചാലും ഇവരെല്ലാം യുദ്ധം ചെയ്യാൻ റെഡിയായിരിക്കണം. എപ്പോൾ വിളിച്ചാലും യുദ്ധം ചെയ്യാൻ ഇവർ റെഡിയായി ചെന്നിരിക്കണം. കാരണം എല്ലാവർക്കും ട്രെയിനിങ് ഉണ്ട്. സ്തോത്രം. അവിടെ വേറെ ഒരു സ്റ്റാൻഡിങ് ആർമി ഇല്ല. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ സ്തോത്രം. അപ്പോൾ സ്വിറ്റ്സർലൻഡിൽ ഒത്തിരി ടെററിസ്റ്റ് അവിടെ ഇൻഫിൽട്രേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് വന്നാൽ, സ്തോത്രം,
അവിടെ സർക്കാരിൽ നിന്ന് മുന്നറിയിപ്പ്, ഒത്തിരി പേര് നുഴഞ്ഞു കയറിയിരിക്കുന്നു, ഭീകരന്മാർ നുഴഞ്ഞു കയറിയിരിക്കുന്നു, എല്ലാവരും ആയുധം ധരിച്ച് പടയ്ക്കൊരുങ്ങിക്കൊള്ളുക എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ആ രാജ്യത്തെ ആളുകൾ എത്ര ഗൗരവമായി ആ സന്ദർഭം എടുക്കുമോ, അതേ സന്ദർഭമാണ് നമ്മളിൽ. ഇതാ കുറെ പേര് കയറി വന്നിരിക്കുന്നു, നുഴഞ്ഞു വന്നിരിക്കുന്നു, നിങ്ങൾ പടയ്ക്കൊരുങ്ങിക്കൊള്ളുക. സ്തോത്രം. മനസ്സിലായത് വിശ്വസിക്കട്ടെ. ആരാ കൂട്ടർ? ഒരു കൂട്ടം അഭക്തർ. അഭക്തർ, ഭക്തിയില്ലാത്തവർ. ഈ അഭക്തർ എന്തുവാ പറയുന്നത്? കർത്താവിന്റെ കൃപയെ ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്കുന്നു. പിന്നെ ഏകനാഥനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ നിഷേധിക്കുന്നു. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദുഷ്കാമവൃത്തി എന്ന് പറഞ്ഞാൽ ദുഷിച്ച കാമം. കാമം എന്ന് പറഞ്ഞാൽ ആഗ്രഹങ്ങൾ, ദുഷിച്ച താല്പര്യങ്ങൾ സാധിക്കാൻ, തങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ സാധിക്കാനുള്ള സ്തോത്രം ഉപാധിയാക്കി ദൈവകൃപയെ തരം താഴ്ത്തിയിരിക്കുന്നവർ. നമ്മുടെ കാര്യമില്ലയോ പറയുന്നത്? മനസ്സിലായില്ലേ? തങ്ങളുടെ ദുഷിച്ച താല്പര്യങ്ങൾ സാധിക്കാനുള്ള ഉപാധിയാക്കി ദൈവകൃപയെ ഇവര് തരം താഴ്ത്തിയിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ദൈവകൃപയെ ഇവർ തെറ്റിദ്ധരിക്കുന്നു. റോമാലേഖനം 2-4 വാക്യത്തിൽ, എന്നാൽ നീ ദൈവത്തിന്റെ സ്തോത്രം ദയ, ദീർഘക്ഷാന്തി എന്നിവയുടെ ഐശ്വര്യം നിരസിക്കുന്നുവോ? ദൈവം ദീർഘക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ അതിന്റെ ഐശ്വര്യം നിഷേധിച്ച് നിരസിച്ച്, സ്തോത്രം, അതിനെ തെറ്റിദ്ധരിച്ച്, ദൈവകൃപയെ തെറ്റിദ്ധരിച്ച് എന്ത് ചെയ്താലും ദൈവം ചോദിക്കയില്ല എന്ന ഭാവത്തിൽ, സ്തോത്രം, സ്വാർത്ഥ താല്പര്യങ്ങളോടെ നുഴഞ്ഞ് അകത്ത് കടന്നവർ ഉയർന്നിരിക്കും, എഴുന്നേറ്റ് വന്നിരിക്കുന്നു. അതുകൊണ്ട് ജാഗ്രത. ഇതാണ് ലേഖനത്തിന്റെ ആഹ്വാനം. സ്തോത്രം. പറഞ്ഞത് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അതിന്റെ ആ ഭാഗം അല്പം വിശദീകരണത്തിന് ആവശ്യമുണ്ടെന്നറിയാൻ ഞാൻ പറഞ്ഞല്ലോ, സൂചിപ്പിച്ചു. നോസ്റ്റിക്സ് നമ്മുടെ ഇടയിലും ഈ ആശയം പരക്കുന്നുണ്ട്. ശരീരം കൊണ്ട് ചെയ്യുന്നതൊന്നും തിന്മയല്ലെന്ന്. അകത്തേതേ ദൈവം നോക്കുന്നുള്ളൂ, പുറത്തേത് ദൈവം നോക്കുന്നില്ല. ഇല്ലേ നമ്മുടെ ഇടയിൽ പറയുന്നവരെ? അകത്തേത് മാത്രമല്ല, പുറത്തേതും ദൈവം നോക്കുന്നുണ്ട്. മറക്കരുത്. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അകത്തേത് ശരിയാകുമ്പോൾ പുറത്തേതും ശരിയായിരിക്കും. അകത്തേത് ശരിയായാൽ പുറത്തേതും ശരിയായിരിക്കും. മത്തായിയുടെ സുവിശേഷത്തിൽ നിന്ന്, സ്തോത്രം, ഞാനൊരു വാക്യം കാണിച്ചു തരാം. സ്തോത്രം. മത്തായിയുടെ സുവിശേഷം 23-ാമത്തെ അധ്യായം എടുത്താട്ടെ. മത്തായിയുടെ സുവിശേഷം 23-ാമത്തെ അധ്യായം 26-ാമത്തെ വാക്യത്തിൽ, കുരുടനായ പരീശനെ, കിണ്ടികിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കേണ്ടതിന് മുമ്പേ അവയുടെ അകം വെടിപ്പാക്കുക. നോക്കണേ, അകം വെടിപ്പാക്കിയാൽ എവിടെയും വെടിപ്പാകും, പുറവും വെടിപ്പാകും. മനസ്സിലാവുന്നുണ്ടോ? അകം വെടിപ്പായാൽ പുറവും വെടിപ്പാകും. പുറം മാത്രം വെടിപ്പാക്കിയതുകൊണ്ടായില്ല. പുറം വെടിപ്പാകണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? അകം വെടിപ്പാകണം. അകം വെടിപ്പായാൽ അത് പുറത്തോട്ടും ആ വെടിപ്പ് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. സ്തോത്രം. അതുകൊണ്ട് ആത്മാവിലും മനസ്സിലും അതുപോലെ ശരീരത്തിലും വിശുദ്ധരായിരിക്കണം. ആത്മാവിലും മനസ്സിലും അതുപോലെ ശരീരത്തിലും നാം വിശുദ്ധരായിരിക്കണം. സ്തോത്രം. തെറ്റിദ്ധരിക്കരുത്. വളരെ അടിസ്ഥാനമായ ഒരു ഉപദേശം, സ്തോത്രം, ഇവിടെയുണ്ട്. തെറ്റായ ഒരു ഉപദേശം പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. രക്ഷ നഷ്ടപ്പെടുകയില്ല എന്നൊരു ചിന്ത. എന്റെ കൂടെ ഉണ്ടോ എല്ലാവരും? ദേഷ്യം വരല്ല ഞാൻ പറയുമ്പോൾ, പക്ഷെ ഇവിടെയുണ്ട്. ഇതാ, ദൈവത്തിന്റെ കൃപയെ ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്കാൻ കാര്യം എന്താ? അത് കുഴപ്പമൊന്നും ഇല്ല, രക്ഷിക്കപ്പെട്ടാൽ പിന്നെ അങ്ങ് തീർന്നു, പിന്നെ സ്വർഗത്തിൽ കയറി. ആ ഒരു ചിന്ത ഇവിടെ കടന്നു വന്നിട്ട് ദുഷിച്ച താല്പര്യങ്ങൾ സാധിക്കാൻ ആത്മീയതയെ ഒരു മറയായി ഉപയോഗിക്കുന്നവർ. എനിക്ക് സമയം പോയതുകൊണ്ട് എന്റെ വാക്കിനെ ഇവിടെ നിർത്തുകയാണ്. വളരെ വിശദമായി ഇതിനെക്കുറിച്ച് എനിക്ക് പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്.
കർത്താവിൻ്റെ ഒരു ചില അടുത്ത ക്ലാസ്സിൽ എനിക്ക് കുറച്ച് കാര്യം പറയണം. താഴോട്ട് വരുന്ന ഒത്തിരി ഭാഗം പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് കുറച്ചും കൂടി നേരത്തെ നമുക്ക് വരികയാണെങ്കിൽ ഒരു 8:15 ക്ലാസ് തുടങ്ങുകയാണെങ്കിൽ 10 മണി വരെ ആകുമ്പോൾ നമുക്ക് അപ്പോഴേ ഇവിടെ ഈ ഹോൾ മിക്കവാറും ഓപ്പൺ ആണെന്ന് എനിക്ക് തോന്നുന്നത്. എനിക്ക് തോന്നുന്നത് ഒരു 10 മിനിറ്റ് നേരത്തെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ തുടങ്ങിയാൽ. എങ്ങും പറഞ്ഞ് തീരുന്നില്ല. ഞാൻ വളരെ വിശദീകരണം ആവശ്യമുള്ള ഭാഗം ഞാൻ അങ്ങ് ഒഴിവാക്കിയുമാണ്. എങ്കിൽ മാത്രമേ കുറച്ചൊക്കെ എങ്കിലും പറഞ്ഞില്ലേ ഈ 4 ദിവസം കൊണ്ട് നമുക്കിതൊന്ന് തീർക്കാൻ നമുക്ക് കഴിയുകയുള്ളൂ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, സ്തോത്രം. എന്ത് ചെയ്യണം? ദൈവത്തിന്റെ കൃപയെ ദുഷ്കാമവൃത്തിക്ക് ഹേതു ആക്കരുത്. സ്തോത്രം. നമ്മുടെ ദുഷിച്ച താല്പര്യങ്ങൾ സാധിക്കാനായി ആത്മീയതയെ ദുരുപയോഗിക്കരുത്. നുഴഞ്ഞു കയറിയിരിക്കുന്നവരെ കുറിച്ച് ഓർമ്മയുണ്ടാകണം. നമ്മളൊരു പടക്കളത്തിലാണ്. സ്തോത്രം. ഈ പോരാട്ടം പറയുമ്പോൾ ഒരു കാര്യം മറക്കല്ല്. സ്തോത്രം. ചിലർ പറയാറുണ്ട്, ഇപ്പം വലിയ പോരാട്ടമാ, ഒരു 3 ദിവസം കഠിന ഉപവാസം എടുത്തെങ്കിലേ പോരാട്ടം മാറുവള്ളെന്ന്. അയ്യോ, അങ്ങനെ ചിന്തിക്കരുത്. ക്രിസ്ത്യ ജീവിതം മുഴുവൻ എന്താ? പോരാട്ടം. ഒരുവൻ വീണ്ടും ജനിക്കുമ്പോൾ അവൻ പിശാചിനോട് അംഗം കുറിച്ചു എന്ന് പറഞ്ഞാൽ അറിയാം, ഡിക്ലെയർഡ് വാർ. വീണ്ടും ജനിക്കുമ്പോൾ അവൻ പടക്കളത്തിലോട്ട് കയറുക. ഈ ഡിക്ലെയർഡ് വാർ അവിടെ അംഗം കുറിച്ചതാ. ഇതെന്ന് തീരും? ഈ യുദ്ധം എന്ന് തീരും? ഒന്നുകിൽ കർത്താവ് വരണം, അല്ലെങ്കിൽ നമ്മുടെ ജീവിതം കഴിയണം. അതുകൊണ്ട് പോർക്കളത്തില ഒരിക്കലായിട്ട് പരമേൽപ്പിച്ച 20-ാം വാക്യം ഞാൻ കൂട്ടിച്ചേർത്ത് പറഞ്ഞോട്ടെ, അതിവിശുദ്ധ വിശ്വാസത്തിന് വേണ്ടി പോരാടിക്കൊള്ളണം. സ്തോത്രം. ഉപദേശം തെറ്റിക്കരുത്, പ്രമാണം കൈവിടരുത്. ഹല്ലേലൂയ. നാം പോർക്കളത്തിലാണ്. പോരാടേണ്ടതിന്റെ കൂടിയ ആവശ്യം. സ്തോത്രം. നുഴഞ്ഞു കയറി ഇന്ന് ഒത്തിരി ദുരുപദേശങ്ങൾ നുഴഞ്ഞു കയറുന്നത് പാട്ടിൽ കൂടാന്ന് എനിക്ക് തോന്നുന്നേ. പാട്ട് വളരെ സൂക്ഷിക്കേണ്ടതാണ്. സ്തോത്രം. ആത്മീയ ഗീതങ്ങൾ ദൈവവചനത്തിന്റെ സംഗീതാവിഷ്കാരമാണ്. ഒന്നുകൂടെ പറയാം, സ്പിരിച്വൽ ഹിംസ് ആർ ദ പോയറ്റിക് റെൻഡറിങ്സ് ഓഫ് ദ വേർഡ് ഓഫ് ഗാഡ്. ദൈവവചനത്തിന്റെ സംഗീതാവിഷ്കാരമാണ് ആത്മീയ ഗീതങ്ങൾ. അങ്ങനെ തന്നെ ആയിരിക്കണം. അതിലൊരു കുറവും ഉണ്ടാക്കരുത്, ഒരു മാറ്റവും വരുത്തരുത്. നുഴഞ്ഞു കയറുന്നവരെ ജാഗ്രതയെ സൂക്ഷിച്ചുകൊള്ളുക. സ്തോത്രം. കർത്താവ് വരാൻ വളരെ അടുത്തിരിക്കുന്നു. ഒരു കാര്യം മറക്കല്ലേ, നമ്മുടെ നിത്യതയാണ് നമുക്ക് വലുത്. ആണോ? ദേഷ്യം വരല്ല. ഒരു തെരുവ് തെണ്ടിയായി ജീവിക്കേണ്ടി വന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല സഹോദരങ്ങളെ. ഇത്ര നേരത്തേക്കേ ഉള്ളൂ. ഒരിക്കലും ഒരാൾ പറഞ്ഞു, സ്തോത്രം, അദ്ദേഹം പട്ടിണിയിലും പരിവട്ടത്തിലും തൻ്റെ കഴിഞ്ഞിരുന്ന പൂർവ്വകാലത്തെക്കുറിച്ച് ഓർത്തപ്പോൾ, സ്തോത്രം, അദ്ദേഹം പറഞ്ഞു തന്റെ അമ്മ പറയുമായിരുന്നെന്ന്, എടാ കുഞ്ഞേ, നമ്മൾ ഭക്ഷണം കഴിച്ചില്ലെങ്കിലും സൂര്യൻ അസ്തമിക്കും, നാളെ സൂര്യൻ ഉദിക്കും, ഓരോ ദിവസവും അങ്ങ് കഴിയും, ഇതിനൊക്കെ മാറ്റം വന്നോളുമെന്ന്. സ്തോത്രം. ഞാൻ പലപ്പോഴും അത് ഓർക്കും. അതെ, നമ്മളിവിടെ ഒരു തെരുവ് തണ്ടിയായി ജീവിക്കേണ്ടി വന്നാലും താൽക്കാലികമാണ്, വെറും താൽക്കാലികമാണ്. പക്ഷേ മൂക്കിലെ ശ്വാസം പോയാൽ നിത്യതയാണ്. ഇവിടെ പ്രമാണം തെറ്റിപ്പോയാൽ അവിടെ അബദ്ധമാകും. ദൈവം നിങ്ങൾക്ക് നന്മകൾ തന്നിട്ടുണ്ട്, ജീവിത സൗകര്യങ്ങൾ തന്നിട്ടുണ്ട്. ദൈവം തന്നിരിക്കുന്ന നന്മകൾ നന്ദിയോടെ വിനയത്തോടെ നിങ്ങൾ അനുഭവിക്കുമ്പോൾ, സ്തോത്രം, ഇതിൽ നിങ്ങളുടെ ശ്രദ്ധ തിരിയരുത്. നിത്യതയായിരിക്കട്ടെ ലക്ഷ്യം. സ്തോത്രം. നുഴഞ്ഞു കയറുന്നവരെ പ്രത്യേകം സൂക്ഷിച്ചുകൊള്ളുക. കർത്താവ് ഒരുവാൻ അടുത്തിരിക്കുന്നു. സ്തോത്രം. അതിനായി സ്തോത്രം, പോർക്കളത്തിലാണ് നിൽക്കുന്ന ഓർമ്മയോടെ നമുക്ക് വിശുദ്ധിയിലും നിർമ്മലതയിലും മുൻപോട്ട് പോകാം. ദൈവമായി കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പറഞ്ഞ ഭാഗത്തെക്കുറിച്ച് എന്തെങ്കിലും വിശദീകരണം ആവശ്യമുണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ വരുന്നതിന് മുമ്പേ ഒരു കടലാസിലൊന്ന് കുറിച്ച് നിങ്ങളുടെ നേരിട്ട് എൻ്റെ കൈ തരാൻ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങളെ ആരെങ്കിലും കൈ കൊടുത്താൽ തീർച്ചയായിട്ടും എൻ്റെ കൈ തരും. നമുക്ക് കൂടുതൽ വിശദീകരണത്തിന് അവസരമുണ്ടാകും. സ്തോത്രം. കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നു, നമ്മളെ സ്നേഹിച്ചു, നമുക്ക് കൃപ പകർന്നു വന്നിരിക്കുന്നു. ആ കൃപയെ ദുഷ്കാമവൃത്തിക്ക് ഇത് വാക്കരുത്. നമ്മെ രക്ഷിക്കട്ടെ. വന്ദനം.